ആവേശം കൊള്ളിക്കുന്ന ഒരു ക്ലൈമാക്സ് ആണ് ഈ കേസിലുള്ളത്. കൊലപാതകി ആരാണെന്ന് അറിയുമ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോകുന്നത്. തന്റെ അത്ഭുതകരമായ നിരീക്ഷണശേഷിയും തെളിവുകൾ കൊണ്ട് സത്യത്തെ പുറത്തു കൊണ്ടുവരുന്ന ബുദ്ധിശക്തിയുമാണ് ഷെർലക് ഹോംസിനെ ലോകത്തിലെ ഏറ്റവും മിടുക്കനായ ഡിറ്റക്റ്റീവ് കഥാപാത്രമാക്കി മാറ്റിയത്. ഇനി കേസിനെ കുറിച്ച് ഒരു ആമുഖം തരാം. ഒരു പ്രദേശത്ത് 2 കുതിരലായങ്ങളുണ്ട്. ഒന്ന് കേണൽ റോസിന്റേത്, അവിടുത്തെ കുതിരകളുടെ ശിക്ഷകൻ അല്ലെങ്കിൽ പരിശീലകൻ ജോൺ സ്ട്രേക്കർ. മറ്റേത് ബാക്ക് വാട്ടർ പ്രഭുവിന്റെ ലായം, അവിടുത്തെ പരിശീലകൻ സിലാസ് ബ്രൗൺ. ഇതിൽ ജോൺ സ്ട്രേക്കർ കൊല്ലപ്പെടുന്നു, പന്തയക്കുതിരയെ കാണാതാകുന്നു. കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇൻസ്പെക്ടർ ഗ്രിഗറിയാണ്. ഗ്രിഗറി ലെസ്റ്റേഡിനെ പോലെയല്ല, വളരെ ശാന്തനും സൗമ്യനുമാണ്. എന്നാൽ അദ്ദേഹത്തെ പോലെ വളരെ സമർത്ഥനുമാണ്. മറ്റു കഥാപാത്രങ്ങളെയൊക്കെ വഴിയെ പരിചയപ്പെടാം. കുതിരപ്പന്തയത്തിന് അധികം ദിവസങ്ങളില്ല. അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു. കുതിരയുടെ തിരോധാനവും ശിക്ഷകന്റെ കൊലപാതകവും പത്രങ്ങളിൽ വലിയ വാർത്തയായിരിക്കുകയാണ്. കേണൽ റോസും ഗ്രിഗറിയും ഹോംസിന്റെ സഹായം തേടുന്നു. കേസ് അന്വേഷണം അതിഗംഭീരമാണ്. ലക്ഷണമൊത്ത ഒരു കുറ്റാന്വേഷണ കഥ. സർ ആർതർ കോനൻ ഡോയലിനെ പോലെ ലോക സാഹിത്യത്തിൽ കുറ്റാന്വേഷണ ശാസ്ത്രത്തെ ഇത്ര ലളിതവും ആകർഷകവുമായി അവതരിപ്പിച്ച മറ്റൊരു സാഹിത്യകാരൻ ഇല്ലെന്ന് തന്നെ പറയാം. വരാൻ പോകുന്ന ട്വിസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ശരിക്കും ശ്രദ്ധിച്ചോ? വാട്സണും ഹോംസും പാഡിംഗ്ടണിൽ നിന്നും തീവണ്ടി കയറുന്നു. വാട്സൺ: അപ്പോൾ സംഭവങ്ങൾ ഇങ്ങനെയാണ്. പ്രശസ്തമായ ഐസോണമി വർഗത്തിൽപ്പെട്ട കുതിരയാണ് രജതകാന്തി. കഴിഞ്ഞ 5 വർഷങ്ങളായി പന്തയങ്ങളിലെല്ലാം അതിന്റെ ഭാഗ്യവാനായ ഉടമസ്ഥൻ കേണൽ റോസിന് വേണ്ടി സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്നു. വെസെക്സ് മത്സരത്തിൽ 1ാം സ്ഥാനം തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു. കുതിരപ്പന്തയ പ്രേമികളുടെ വാത്സല്യഭാജനമായിരുന്നു അത്. വൻപിച്ച തുകകൾ അതിന്റെ മേൽ വാതുവെക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല. അടുത്ത ചൊവ്വാഴ്ച നടക്കുന്ന പന്തയത്തിൽ അത് പങ്കെടുക്കരുതെന്ന് ആഗ്രഹിക്കുന്ന വളരെ പേർ കാണും. ഈ വിവരം കേണലിന്റെ കുതിരലായം സ്ഥിതി ചെയ്യുന്ന കിങ്സ് പൈലാൻഡിൽ അറിവുള്ളതാണ്. അതുകൊണ്ട് കുതിരയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മുൻകരുതലുകളെല്ലാം എടുത്തിരുന്നു. പരിശീലകൻ ജോൺ സ്ട്രേക്കർ മുൻപ് 5 വർഷക്കാലം കേണൽ റോസിന്റെ പന്തയ കുതിരകളെ ഓടിച്ചിരുന്നയാളാണ്. ശിക്ഷകന്റെ ജോലി ഏറ്റെടുത്തിട്ട് 7 വർഷമായി. ശുഷ്കാന്തിയുള്ള സത്യസന്ധനായ ഒരു ജോലിക്കാരൻ. അയാളുടെ കീഴിൽ 3 പയ്യന്മാരുണ്ട് ജോലിക്കാരായി. ഒരാൾ രാത്രി കുതിരകൾക്ക് കാവലിരിക്കും, മറ്റുള്ളവർ തട്ടിൻ പുറത്ത് കിടന്നുറങ്ങും. 3 പേരുടെയും സ്വഭാവം വളരെ മെച്ചപ്പെട്ടത് തന്നെ. ആകെ 4 കുതിരകളാണുള്ളത്. വിവാഹിതനായ ജോൺ സ്ട്രേക്കർ ലായത്തിൽ നിന്നും 600 അടി അകലെ ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നു. അയാൾക്ക് കുട്ടികളില്ല. ഒരു ജോലിക്കാരിയുണ്ട്. ചുറ്റുമുള്ള പ്രദേശം മിക്കവാറും വിജനമെന്ന് പറയാം. 1/2 മൈലിനപ്പുറം വടക്ക് മാറി ഒരു പറ്റം ചെറിയ വീടുകളുണ്ട്. 2 മൈൽ പടിഞ്ഞാറ് മാറിയാണ് താവിസ്റ്റോക്ക് എന്ന സ്ഥലം. വിശാലമായ ചതുപ്പ് നിലത്തിൽ നിന്നും 2 മൈൽ അകലെയായി വേറൊരു കുതിരലായമുണ്ട്, മേപ്പിൾട്ടൺ. ബാക്ക് വാട്ടർ പ്രഭുവിന്റെ വകയായ മേപ്പിൾട്ടൺ സിലാസ് ബ്രൗൺ എന്ന ആളിന്റെ മേൽനോട്ടത്തിലാണ്. മറ്റിടങ്ങളൊക്കെ വിജനമാണ്. ഇടയ്ക്കിടെ അലഞ്ഞു നടക്കുന്ന നാടോടികൾ അവിടെ താവളമടിക്കാറുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഈ നിർഭാഗ്യ സംഭവം നടക്കുമ്പോൾ ഇതാണ് അവിടുത്തെ സ്ഥിതി. പതിവ് പോലെ അന്ന് വൈകുന്നേരം കുതിരകളുടെ വ്യായാമം കഴിഞ്ഞ് വെള്ളം കൊടുത്തിട്ട് രാത്രി 9 മണിക്ക് ലായം പൂട്ടി. ജോലിക്കാരിൽ 2 പേർ ശിക്ഷകന്റെ വീട്ടിൽ അടുക്കളയിൽ ചെന്ന് അത്താഴം കഴിച്ചു. ഒരാൾ നെഡ് ഹണ്ടർ എന്ന പയ്യൻ. അയാൾ ലായത്തിൽ കാവലിരുന്നു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ എഡിത്ത് ബാസ്റ്റർ എന്ന ഒരു വേലക്കാരി അയാളുടെ അത്താഴം ലായത്തിൽ കൊണ്ടുവന്നു കൊടുത്തു. കറി വെച്ച ഇറച്ചിയായിരുന്നു അത്താഴത്തിനുണ്ടായിരുന്നത്. ലായത്തിനുള്ളിൽ പൈപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് അവൾ വെള്ളം കൊണ്ടുവന്നിരുന്നില്ല. രാത്രി ഡ്യൂട്ടിയിലുള്ളപ്പോൾ മറ്റൊന്നും കുടിക്കാൻ പാടില്ലെന്നാണ് നിയമം. തുറസായ ചതുപ്പ് നിലത്തിലെ മധ്യത്തിലുള്ള പാത വഴിയാണ് ജോലിക്കാരി വന്നത്. നല്ല ഇരുട്ടുള്ള രാത്രി. അവളുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു. ലായത്തിൽ നിന്നും ഉദ്ദേശം 90 അടി അകലെയായപ്പോൾ ഇരുട്ടത്ത് നിന്നിരുന്ന ഒരാൾ മുന്നോട്ട് വന്ന് എഡിത്ത് ബാസ്റ്ററോട് നിൽക്കുവാൻ പറഞ്ഞു. അവളുടെ വിളക്കിന്റെ മഞ്ഞ വെളിച്ചത്തിൽ അയാൾ മാന്യനെ പോലെ തോന്നിച്ചിരുന്നു. ചാരനിറത്തിലുള്ള കമ്പിളി ഉടുപ്പും മുട്ടോളം എത്തുന്ന പാദരക്ഷകളും തൊപ്പിയും അറ്റത്ത് ലോഹഗോളം ഘടിപ്പിച്ച വടിയുമായി അയാൾ നിന്നു. അയാളുടെ മുഖത്തെ വിളർച്ചയും പെരുമാറ്റത്തിലെ പരിഭ്രമവും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾക്ക് 30 വയസ്സിന് മേൽ പ്രായം കാണുമെന്ന് അവൾക്ക് തോന്നി. ഹലോ, എനിക്ക് വഴി തെറ്റിപ്പോയി. ഇത് എവിടമാണെന്ന് പറയാമോ? ഈ ചതുപ്പ് നിലത്തിൽ ഉറങ്ങേണ്ടി വരുമെന്ന് വിചാരിക്കുമ്പോഴാണ് നിന്റെ വിളക്ക് കണ്ടത്. ഇത് കിങ്സ് പൈലാൻഡ് കുതിരലായത്തിനടുത്താണ് നിങ്ങളിപ്പോൾ. ഓഹോ, അത് ഭാഗ്യമായി. ഇവിടെ ഒരു ജോലിക്കാരൻ രാത്രിയിൽ കാവലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവന്റെ അത്താഴമായിരിക്കും നിന്റെ കയ്യിലുള്ളതെന്ന് തോന്നുന്നു. ഞാനൊരു സമ്മാനം തന്നാൽ വാങ്ങുമോ? തന്റെ കീശയിൽ നിന്നും ഒരു കടലാസ് എടുത്ത് അയാൾ പറഞ്ഞു. ദാ, ഇതിപ്പോൾ തന്നെ അയാൾക്ക് കൊടുക്കണം. നിനക്ക് നല്ല പുതിയ ഫ്രോക്ക് വാങ്ങാനുള്ള പണം സമ്മാനം തരാം. അയാളുടെ ആകാംക്ഷ കണ്ട് അവൾ ഭയപ്പെട്ട് ലായത്തിലേക്ക് ഓടി. പതിവായി ആഹാരം കൊടുക്കുന്ന ജനാലയുണ്ട്. അത് തുറന്നു കിടന്നിരുന്നു. അവിടെ മേശയ്ക്കരികിലിരുന്ന് ഹണ്ടറോട് അവൾ നടന്ന സംഭവം വിവരിച്ചു. അപ്പോഴേക്കും ആ അപരിചിതൻ വീണ്ടും അവിടെ എത്തി. ഗുഡ് ഈവനിങ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് പറയുമ്പോഴും അയാളുടെ പോക്കറ്റിൽ ഒരു കടലാസ് കണ്ടതായി അവൾ തറപ്പിച്ച് പറയുന്നു. നിങ്ങൾക്ക് ഇവിടെ എന്ത് കാര്യം? ഹണ്ടർ ചോദിച്ചു.
അത് തനിക്ക് പണം കിട്ടുന്ന കാര്യമാണ്. വെസെക്സ് കപ്പിലേക്ക് ഇവിടുത്തെ 2 കുതിരകൾ രജതകാന്തിയും ബേയാർഡും മത്സരിക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. വിവരം അറിഞ്ഞാൽ മതി. തനിക്കതിൽ ഒരു നഷ്ടവും വരില്ല. ട്രെയിനിങ് സമയത്ത് ബേയാർഡ് രജതകാന്തിയെ 300 അടി പിന്നോക്കമാക്കിയെന്നും അതിൻ്റെ മേലാണ് ഉടമസ്ഥൻ വാത് കെട്ടിട്ടുള്ളതെന്നും പറയുന്നത് ശരിയാണോ? ഓ, അപ്പോൾ താനും ഒറ്റുകാരനാണല്ലേ. ഇവിടെ ഞങ്ങൾ എങ്ങനെയാണ് ജോലി ചെയ്യുന്നതെന്ന് തനിക്കിപ്പോൾ കാണിച്ചു തരാം. അത് പറഞ്ഞ് ആ പയ്യൻ ലായത്തിലെ പട്ടിയെ അഴിച്ചുവിടാൻ പോയി. പെൺകുട്ടി വീട്ടിലേക്ക് ഓടി. ഇടയ്ക്ക് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ ജനലിലൂടെ ഉള്ളിലേക്ക് എത്തി നോക്കുന്നത് കണ്ടു. ഹണ്ടർ വേട്ടപ്പട്ടിയുമായി മടങ്ങി വന്നപ്പോൾ അയാൾ അപ്രത്യക്ഷനായിരുന്നു. കെട്ടിടത്തിന് ചുറ്റും തിരച്ചിൽ നടത്തിയെങ്കിലും ആരെയും അവിടെയെങ്ങും കണ്ടില്ല. ഒരു നിമിഷം ഹോംസ്, ലായം സൂക്ഷിപ്പുകാരൻ പട്ടിയെയും കൊണ്ട് പുറത്തേക്ക് ഓടിയപ്പോൾ മുറി തുറന്നാണ് ഇട്ടിരുന്നത്. മിടുക്കൻ വാട്സൺ, മിടുക്കൻ. ഈ പ്രശ്നം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നിയിരുന്നത് കൊണ്ട് ഞാൻ ഡാർക്ക് റൂമിലേക്ക് ഇന്നലെ കമ്പിയടിച്ച് സംശയ നിവൃത്തി വരുത്തി. പയ്യൻ വാതിലടച്ച് പൂട്ടിയിട്ടാണ് പോയത്. ജനാല ഒരാൾക്ക് കടക്കാവുന്നത്ര വലിപ്പമുള്ളതല്ല. തന്റെ സുഹൃത്തുക്കൾ വരുന്നതുവരെ ഹണ്ടർ കാത്തിരുന്നു. അവരെത്തിയപ്പോൾ പരിശീലകനെ വിവരമറിയിച്ചു. അത് കേട്ടപ്പോൾ അയാൾ പരിഭ്രമിച്ചു. ശരിയായ അർത്ഥം അയാൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഏതായാലും അയാൾ വിരണ്ടുപോയി. വെളുപ്പിന് 1 മണിക്ക് ഉണർന്ന മിസസ് സ്ട്രൈക്കർ കണ്ടത് തന്റെ ഭർത്താവ് പുറത്തു പോകാൻ ഒരുങ്ങി നിൽക്കുന്നതാണ്. കുതിരകളെക്കുറിച്ചുള്ള ഉത്കണ്ഠ മൂലം ഉറക്കം വരുന്നില്ലെന്നും കുഴപ്പം വല്ലതുമുണ്ടോ എന്ന് നോക്കാൻ ലായത്തിലേക്ക് പോവുകയാണെന്നും അയാൾ പറഞ്ഞു. മഴ പെയ്തുകൊണ്ടിരുന്നതിനാൽ അപ്പോൾ പോകരുതെന്ന അവരുടെ അപേക്ഷ അയാൾ ചെവിക്കൊണ്ടില്ല. വലിയ ഓവർകോട്ട് എടുത്ത് ധരിച്ച് അയാൾ പുറത്തേക്ക് ഇറങ്ങി നടന്നു. രാവിലെ 7 മണിക്ക് മിസസ് സ്ട്രൈക്കർ ഉണർന്നപ്പോഴും ഭർത്താവ് തിരിച്ചു വന്നിരുന്നില്ല. അവർ ജോലിക്കാരിയെ കൂട്ടിക്കൊണ്ട് ലായത്തിലേക്ക് നടന്നു. കതക് തുറന്നു കിടന്നിരുന്നു. ഉള്ളിൽ ഒരു കസേരയിലിരുന്ന് ഹണ്ടർ സുഖമായി ഉറക്കമാണ്. രജതകാന്തിയുടെ തൊഴുത്ത് ഒഴിഞ്ഞു കിടക്കുന്നു. ശിക്ഷകനെയും കാണാനില്ല. തട്ടിൻപുറത്ത് കിടന്നുറങ്ങിയിരുന്ന മറ്റു 2 ജോലിക്കാരെ അവർ വിളിച്ചുണർത്തി. രാത്രി അവർ ഒരു ശബ്ദവും കേട്ടിരുന്നില്ല. ഉറക്കത്തിൽ അത്ര പെട്ടെന്ന് ഉണർന്നവരുമല്ല. ഏതോ മയക്കുമരുന്ന് ഹണ്ടറുടെ ഉള്ളിൽ ചെന്നിരുന്നു. എത്ര വിളിച്ചിട്ടും അവൻ ഉണർന്നില്ല. സാവധാനം ഉണർന്നെണീക്കട്ടെ എന്ന് കരുതി അയാളെ വിട്ട് അവർ കുതിരയെയും ശിക്ഷകനെയും അന്വേഷിക്കാൻ ആരംഭിച്ചു. രാവിലെ വ്യായാമത്തിനായി കുതിരയെ കൊണ്ടുപോയിരിക്കാമെന്ന് അപ്പോഴും അവർ വിശ്വസിച്ചു. കെട്ടിടത്തിന് സമീപമുള്ള ഒരു ചെറിയ കുന്ന് കയറി നോക്കി. അവിടെ നിന്നാൽ ചതുപ്പ് നിലമാകെ കാണാൻ കഴിയും. കുതിരയുടെ പൊടി പോലും അവിടെയെങ്ങും ഇല്ലായിരുന്നുവെന്ന് മാത്രമല്ല, ഒരു ദുരന്തം സംഭവിച്ചതിന്റെ ലക്ഷണവും അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. ലായത്തിൽ നിന്നും ഏകദേശം 1/4 മൈൽ അകലെയായി ഒരു കുറ്റിച്ചെടിയിൽ ജോൺ സ്ട്രേക്കറുടെ ഓവർകോട്ട് തൂങ്ങിക്കിടക്കുന്നു. ഭാരമുള്ള ഏതോ ആയുധം കൊണ്ടുള്ള അടിയേറ്റ് അയാളുടെ ശിരസ് തകർന്നു പോയിരിക്കുന്നു. തുടയിൽ മൂർച്ചയുള്ള ആയുധമേറ്റ നീണ്ട മുറിവ് കാണപ്പെട്ടു. ആക്രമണകാരികളുടെ നേരെ സ്ട്രൈക്കർ ശക്തമായ പോരാട്ടം നടത്തിയതിന്റെ ലക്ഷണങ്ങൾ. അയാളുടെ വലത് കൈയിൽ മുറുകെ പിടിച്ചിരുന്ന ചെറിയ കത്തിയുടെ പിടിവരെ രക്തം പുരണ്ടിരുന്നു. ഇടത്തെ കൈയിൽ ചുവപ്പും കറുപ്പും കലർന്ന നിറത്തിലുള്ള ഒരു മഫ്ലർ ഉണ്ടായിരുന്നു. തലേന്ന് താൻ കണ്ട അപരിചിതൻ കഴുത്തിൽ ചുറ്റിയിരുന്ന മഫ്ലറാണ് അതെന്ന് ജോലിക്കാരി പറഞ്ഞു. ദീർഘിച്ച നിദ്രയിൽ നിന്നുണർന്ന ഹണ്ടർ അത് ശരിവച്ചു. ആ അപരിചിതൻ ജനാലക്കരികിൽ നിൽക്കെ ഇറച്ചയിൽ മയക്കുമരുന്ന് ചേർത്തിരിക്കുമെന്ന് അവൻ കരുതുന്നു. കാണാതായ കുതിര ആ താണ നിലത്ത് സംഘട്ടനം നടന്നിടത്ത് നിന്നതിന്റെ സംശയാതീതമായ തെളിവുണ്ട്. ഏതായാലും പിന്നീട് അതിനെ കണ്ടിട്ടേയില്ല. വലിയ തുക സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡാർട്ട്മൂറിലെ നാടോടികൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. എങ്കിലും വിവരമൊന്നുമില്ല. അവസാനമായി ലായം സൂക്ഷിപ്പുകാരൻ പയ്യന്റെ ഭക്ഷണത്തിന്റെ അവശിഷ്ടം രാസപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിൽ കറുപ്പ് പൊടി ധാരാളം ചേർന്നിരുന്നുവെന്ന് മനസ്സിലായി. അതേസമയം അതേ ഭക്ഷണം കഴിച്ച മറ്റുള്ളവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടുമില്ല. ഇത്രയുമാണ് പൊടിപ്പും തൊങ്ങലുമില്ലാതെ കേസിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി പോലീസിന്റെ അന്വേഷണം എത്രത്തോളം ഉണ്ടെന്ന് കൂടി പറയാം. കേസ് അന്വേഷണത്തിന് ചുമതല വഹിക്കുന്ന ഇൻസ്പെക്ടർ ഗ്രിഗറി വളരെ സമർത്ഥനായ ഒരു ഓഫീസറാണ്. അല്പം ഭാവനാശക്തി കൂടി ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഉദ്യോഗത്തിന്റെ ഉന്നത ശ്രേണിയിലെത്തുമായിരുന്നു. സംഭവസ്ഥലം സന്ദർശിച്ച് അധികം വൈകാതെ അയാൾ കുറ്റവാളി എന്ന് തോന്നിയ ആളെ കണ്ടുപിടിച്ച് കസ്റ്റഡിയിലെടുത്തു. നേരത്തെ ഞാൻ പറഞ്ഞ കൊച്ചു വീടുകളിൽ ഒന്നിൽ താമസിച്ചിരുന്ന അയാളെ കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല. ഫിറ്റ്സ്റോയ് സിംസൺ എന്നാണ് അയാളുടെ പേര്. ഉന്നത കുലജാതനും വിദ്യാസമ്പന്നനുമൊക്കെയാണ്. പക്ഷേ കുതിരപ്പന്തയത്തിലുള്ള ഭ്രമം അയാളെ പാപ്പരാക്കി. ഇപ്പോഴും കുതിരപ്പന്തയം തന്നെയാണ് ഉപജീവനമാർഗം. അയാളുടെ ഡയറിയിൽ നിന്ന് അടുത്തു നടക്കുന്ന മത്സരത്തിലും 5000 പവന്റെ പന്തയം കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അറസ്റ്റ് ചെയ്തപ്പോൾ താൻ കിങ്സ് പൈലാൻഡിലെയും മേപ്പിൾട്ടണിലെയും കുതിരകളെ പറ്റിയുള്ള ചില വിവരങ്ങൾ അറിയാൻ വന്നതാണെന്ന് പറഞ്ഞു. തലേന്ന് രാത്രി ലായത്തിൽ പോയ വിവരം അയാൾ നിഷേധിച്ചില്ല. അയാളാണ് തലേന്ന് രാത്രി ആ ലായത്തിൽ വന്നയാൾ. എങ്കിലും തനിക്ക് ദുരുദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും നേരിട്ട് വിവരം ശേഖരിക്കാൻ പോയതാണെന്നും പറഞ്ഞു. അയാളുടെ മഫ്ലറിന്റെ കാര്യം ചോദിച്ചപ്പോൾ അയാൾ വിളറിപ്പോയി.
അതെങ്ങനെ കൊല്ലപ്പെട്ടയാളുടെ കയ്യിൽ വന്നുവെന്ന ചോദ്യത്തിന് അയാൾക്ക് ഉത്തരമില്ല. തലേന്ന് രാത്രി മഴ സമയത്ത് പുറത്തിറങ്ങിയിരുന്നു എന്നതിന് അയാളുടെ നനഞ്ഞ വസ്ത്രങ്ങൾ സാക്ഷ്യം വഹിച്ചു. ഈയക്കട്ട കൊണ്ട് ഭാരം കൂട്ടിയ അയാളുടെ പൈനാങ് ചൂരൽ കൊണ്ടുള്ള ശക്തമായ അടി ശിക്ഷകന്റെ തലയിൽ കണ്ടതുപോലുള്ള മുറിവുകൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. ഇതൊക്കെയാണെങ്കിലും അയാളുടെ ശരീരത്തിൽ മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. സ്ട്രൈക്കറുടെ കത്തിൽ നിന്നും അയാളുടെ ആക്രമണകാരികളിൽ ഒരാൾക്കെങ്കിലും ഒരു മുറിവെങ്കിലും ഉണ്ടായിരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വാട്സൺ, ചുരുക്കി പറഞ്ഞാൽ ഇത്രയുമാണ് വസ്തുതകൾ. ഇതിൽ നിന്നും എന്തെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഹോംസ് സ്വതസിദ്ധമായ ശൈലിയിൽ സുവ്യക്തമായി മുൻപിൽ വച്ച കാര്യങ്ങൾ വാട്സൺ അതീവ ശ്രദ്ധയോടെ കേട്ടു. ഇതിൽ മിക്കവാറും എല്ലാം തന്നെ വാട്സൺ കേട്ടതായിരുന്നുവെങ്കിലും അവയുടെ പരസ്പര ബന്ധവും പ്രാധാന്യവും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഹോംസ്, തലച്ചോറിനേറ്റ മുറിവിന്റെ ഫലമായി മരണപ്പിടച്ചിലിനിടയിൽ സ്ട്രൈക്കറുടെ സ്വന്തം കത്തികൊണ്ട് തന്നെ അയാളുടെ തൊടിയിൽ മുറിവേറ്റതായിക്കൂടെ? ആകാം വാട്സൺ, അത് സംഭവ്യമാണ്. അങ്ങനെയാകുമ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ടയാൾക്ക് അനുകൂലമായുള്ള ഒരേ ഒരു വാദവും ദുർബലമായി തീരും. പോലീസിന്റെ സിദ്ധാന്തം എന്താണാവോ ഹോംസ്? നാം എന്ത് സിദ്ധാന്തം മുന്നോട്ട് വെച്ചാലും ഇതിനൊക്കെ പ്രബലമായ എതിർവാദങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. പോലീസ് കരുതുന്നത് ഇപ്രകാരമാണെന്ന് തോന്നുന്നു. ഫിറ്റ്സ്റോയ് സിംസൺ പയ്യനെ മയക്കുമരുന്ന് കൊടുത്ത് മയക്കിയിട്ട് കള്ളത്താക്കോൽ ഉപയോഗിച്ച് ലായത്തിന്റെ കതക് തുറന്ന് കുതിരയെ പുറത്തു കൊണ്ടുവന്നു. അതിന്റെ കടിഞ്ഞാൻ കാണുന്നില്ല. അപ്പോൾ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ഉദ്ദേശം. ചതുപ്പ് നിലത്തിലൂടെ കുതിരയെ കൊണ്ടുപോകുമ്പോൾ ശിക്ഷകൻ അയാളെ കണ്ടു. അവർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. സിംസൺ വടി കൊണ്ടടിച്ച് സ്ട്രൈക്കറുടെ തല പൊട്ടിച്ചു. സ്ട്രൈക്കറുടെ കയ്യിൽ ചെറിയ കത്തി ഉണ്ടായിരുന്നുവെങ്കിലും സിംസണ് മുറിവൊന്നും പറ്റിയില്ല. കള്ളൻ കുതിരയെ ഏതോ രഹസ്യ സ്ഥാനത്ത് ഒളിപ്പിച്ച് പാർപ്പിച്ചിരിക്കണം. അല്ലെങ്കിൽ ഏറ്റുമുട്ടലിനിടയിൽ അത് ഓടിപ്പോയി ചതുപ്പ് നിലത്തിൽ എവിടെയോ അലഞ്ഞു തിരിയുകയായിരിക്കും. ഇതാണ് പോലീസിന്റെ വിശദീകരണം. ഇതെത്ര അസംഭവ്യമാണെന്ന് വരികിലും മറ്റെല്ലാ വിശദീകരണങ്ങളും ഇതിനേക്കാൾ സംഭവ്യമാണെന്ന് ഓർക്കണം. എന്തായാലും സംഭവ സ്ഥലത്ത് എത്തിയാലുടൻ ഞാൻ അന്വേഷണം തുടങ്ങും. അതുവരെ കൂടുതൽ അറിയാനുള്ള മാർഗമൊന്നും കാണുന്നില്ല. താവിസ്റ്റോക്ക് എന്ന ചെറിയ പട്ടണത്തിൽ അവരെത്തിയപ്പോൾ സമയം സായംകാലമായി. മിസ്റ്റർ ഹോംസ്, താങ്കൾ എത്തിയതിൽ സന്തോഷമുണ്ട്, രജിതകാന്തിയുടെ ഉടമസ്ഥനായ കേണൽ റോസ് പറഞ്ഞു. ദാ ഈ നിൽക്കുന്ന ഇൻസ്പെക്ടർ ഗ്രിഗറി, അദ്ദേഹത്തിന് കഴിവുള്ളതെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്കിലും പാവം സ്ട്രൈക്കറുടെ വധത്തിന് പകരം വീട്ടാനും എന്റെ കുതിരയെ കണ്ടുകിട്ടുന്നതിനും വേണ്ടി എന്തു ചെയ്യാനും ഞാൻ തയ്യാറാണ്. പുതിയ വാർത്തകൾ വല്ലതുമുണ്ടോ ഇൻസ്പെക്ടർ? പറയത്തക്ക പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല, ഇൻസ്പെക്ടർ ദുഃഖസ്വരത്തിൽ പറഞ്ഞു. പുറത്ത് വണ്ടി നിൽപ്പുണ്ട്. ഇരുട്ടാവും മുമ്പ് നമുക്ക് സംഭവസ്ഥലം കാണണ്ടേ? വണ്ടിയിൽ വെച്ച് നമുക്ക് സംസാരിക്കാം. ഡെവൺഷെയറിലെ പഴയ വിലക്ഷണമായ തെരുവുകളിലൂടെ അവർ 4 പേരും തുറന്ന വണ്ടിയിൽ സഞ്ചരിച്ചു. ഇൻസ്പെക്ടർ ഗ്രിഗറി കേസിനെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഷെർലക് ഹോംസ് മൂളി കേൾക്കുക മാത്രം ചെയ്തു. ഹോംസ് വാട്സനോട് തീവണ്ടിയിൽ വെച്ച് പറഞ്ഞ രീതിയിൽ തന്നെയായിരുന്നു ഗ്രിഗറിക്ക് കേസിനെക്കുറിച്ചുണ്ടായിരുന്ന അഭിപ്രായം. ഫിറ്റ്സ്റോയ് സിംസൺ തന്നെയാണ് നമ്മുടെ പുള്ളി. അയാളെ കെണിയിലാക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ശരിയായിട്ടുണ്ട്. അതേസമയം അയാളുടെ പേരിൽ സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ. അത് ഞാൻ സമ്മതിക്കുന്നു. പുതിയ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അവ ദുർബലമാകുകയും ചെയ്യും. ഇൻസ്പെക്ടർ, സ്ട്രൈക്കറുടെ കത്തിയെക്കുറിച്ച് എന്തു പറയുന്നു? അത് വീഴ്ചയിൽ സ്വയം മുറിവേറ്റതാണെന്നാണ് ഞങ്ങളുടെ നിഗമനം. ഇൻസ്പെക്ടർ ഗ്രിഗറി, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി എൻ്റെ സുഹൃത്ത് ഡോക്ടർ വാട്സനും ഇതേ അഭിപ്രായം പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇത് സിംസണിനെതിരായ തെളിവ് തന്നെ. സംശയമില്ല. അയാളുടെ പക്കൽ കത്തിയോ മുറിവിൻ്റെ പാടോ ഇല്ല. അയാൾക്കെതിരെ പ്രബലമായ തെളിവുകളുണ്ട്. പന്തയക്കുതിരയുടെ തിരോധാനത്തിൽ അയാൾ തൽപരനാണ്. ആ കാവൽക്കാരന് വിഷം കൊടുത്തത് അയാളാണെന്ന് അനുമാനിക്കാം. മഴയത്ത് രാത്രി അയാൾ പുറത്തിറങ്ങിയിരുന്നു. കയ്യിൽ ഘനമുള്ള വടിയുണ്ടായിരുന്നു. അയാളുടെ മഫ്ലർ കൊല്ലപ്പെട്ടയാളിൻ്റെ കയ്യിൽ കാണപ്പെടുകയും ചെയ്തു. കോടതിയുടെ മുൻപിൽ ഇത്രയും പോരെ ഹോംസ്? ഷെർലക് ഹോംസ് തലയാട്ടി. സമർത്ഥനായ ഒരു വക്കീൽ ഇതെല്ലാം പിച്ചു ചീന്തിക്കളയും. അയാൾക്ക് കുതിരയെ ലായത്തിന് പുറത്തു കൊണ്ടുപോകേണ്ട ആവശ്യമെന്ത്? മുറിവേൽപ്പിക്കാനാണെങ്കിൽ അതിനകത്ത് തന്നെ വെച്ചായിക്കൂടെ? കള്ളത്താക്കോൽ അയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തു. ഏത് കടയിൽ നിന്നാണ് അയാൾ കറുപ്പ് വാങ്ങിയത്? ഇതിനെല്ലാം പുറമെ തനിക്ക് പരിചയമില്ലാത്ത ഈ നാട്ടിൽ ഒരു കുതിരയെ, രജിതകാന്തിയെ പോലെ ഒന്നിനെ എവിടെ ഒളിപ്പിച്ചു വയ്ക്കും? കാവൽക്കാരന് കൊടുക്കാനായി ജോലിക്കാരിയെ ഏൽപ്പിക്കാൻ ഉദ്ദേശിച്ച കടലാസ് എന്താണെന്നാണ് അയാൾ പറഞ്ഞത്? അത് 10 പവന്റെ ഒരു നോട്ടാണെന്ന് പറയുന്നു. അയാളുടെ പേഴ്സിൽ അത്തരം ഒരു നോട്ടുണ്ടായിരുന്നു. താങ്കളുടെ മറ്റു ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വലിയ പ്രയാസമില്ല. അയാൾക്ക് ഈ സ്ഥലം പരിചിതമല്ല. ഈ വേനൽക്കാലത്ത് 2 പ്രാവശ്യം അയാൾ താവിയോസ്റ്റോക്കിൽ താമസിച്ചിട്ടുണ്ട്. കറുപ്പ് ലണ്ടനിൽ നിന്നും വാങ്ങിക്കൊണ്ടു വന്നതാവാം. ഉപയോഗം കഴിഞ്ഞ് കള്ളത്താക്കോൽ ദൂരെ കളഞ്ഞിരിക്കും. കുതിരയെ ചതുപ്പ് നിലത്തിലെ പഴയ ഖനികളിലൊന്നിലോ ഏതെങ്കിലും കുഴിയിലോ തളച്ചിട്ടിരിക്കാം. അപ്പോൾ മഫ്ലറിനെ പറ്റി അയാൾ എന്തു പറയുന്നു? അത് തൻ്റേതാണെന്ന് സമ്മതിക്കുന്നു. കളഞ്ഞു പോയതാണത്രേ.
ലായത്തിൽ നിന്നും കുതിരയെ എങ്ങനെ കൊണ്ടുപോയി എന്നതിനെക്കുറിച്ച് ഒരു പുതിയ സൂചന കിട്ടിയിട്ടുണ്ട്. ഷെർലക് ഹോംസ് ചെവി കൂർപ്പിച്ചു. കൊലപാതകം നടന്ന സ്ഥലത്തു നിന്നും 1 മൈലിനുള്ളിൽ ഒരിടത്ത് തിങ്കളാഴ്ച രാത്രി ഒരു പറ്റം ജിപ്സികൾ താവളമടിച്ചതായി വിവരം കിട്ടിയിട്ടുണ്ട്. ചൊവ്വാഴ്ച അവർ പോയി കളഞ്ഞു. സിംസണും അയാളും തമ്മിലുള്ള രഹസ്യധാരണയനുസരിച്ച് അയാൾ കുതിരയെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയതായിക്കൂടെ? ഇപ്പോൾ ആ കുതിര അവരുടെ പക്കൽ കാണുകയില്ലേ? നിശ്ചയമായും അതൊരു സാധ്യതയുണ്ട്. ചതുപ്പ് നിലമാകെ ആ നാടോടികളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 10 മൈൽ ചുറ്റളവിലുള്ള എല്ലാ ലായവും തൊഴുത്തും ഞാൻ പരിശോധിച്ചു. തൊട്ടടുത്ത് പന്തയ കുതിരകളെ താമസിപ്പിക്കുന്ന മറ്റൊരു ലായമുണ്ടെന്ന് കേട്ടല്ലോ ഇൻസ്പെക്ടർ. ആ ഉണ്ട്, അക്കാര്യം അവഗണിക്കാൻ പാടില്ല. അവരുടെ കുതിര ദൈസ്ബറോ പന്തയത്തിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്താണ്. രജതകാന്തി മത്സരത്തിൽ പങ്കെടുക്കരുതെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരിക്കും. അവരുടെ ശിക്ഷകൻ സിലാസ് ബ്രൗൺ തന്റെ കുതിരയുടെ മേൽ വളരെ വലിയ തുക പന്തയം കെട്ടിട്ടുണ്ട് പോലും. പാവം കൊല്ലപ്പെട്ട സ്ട്രൈക്കറോട് അയാൾ സ്നേഹത്തിലായിരുന്നുമില്ല. പക്ഷേ അയാളുടെ ലായം ഞങ്ങൾ പരിശോധിച്ചതിൽ ഇതുമായി ബന്ധപ്പെട്ട ഒന്നും കിട്ടിയില്ല. ഈ സിംസണ് മേപ്പിൾട്ടൺ ലായവുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ടോ? അതിന് തെളിവൊന്നുമില്ല. ഷെർലക് ഹോംസ് വണ്ടിയിൽ ചാരിയിരുന്നു. ഉടനെ തന്നെ അവർ തൊട്ടടുത്തുള്ള മേപ്പിൾട്ടൺ ലായത്തിലെത്തി. മറ്റെല്ലാവരും ചാടിയിറങ്ങിയിട്ടും ഹോംസ് അകലെ ആകാശത്തിൽ മിഴിനെട്ട് ചിന്തയിൽ മുഴുകി വണ്ടിയിൽ തന്നെ ചാരിയിരുന്നതേയുള്ളൂ. വാട്സൺ കൈകളിൽ തട്ടിയപ്പോഴാണ് അദ്ദേഹം ഞെട്ടിയുണർന്ന് താഴേക്കിറങ്ങിയത്. നമുക്ക് നേരെ പോയി സംഭവസ്ഥലം കാണുകയല്ലേ മിസ്റ്റർ ഹോംസ്? ഇൻസ്പെക്ടർ ഗ്രെഗറി ചോദിച്ചു. അല്ല, ഇവിടെ തന്നെ അല്പനേരം നിന്ന് 1-2 കാര്യങ്ങൾ കൂടി വിശദമായി മനസ്സിലാക്കാനുണ്ട്. മിസ്സസ് സ്ട്രൈക്കറെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലേ? ഉണ്ട്, മുകളിൽ കിടത്തിയിരിക്കുന്നു. ഇൻക്വസ്റ്റ് നാളെയാണ്. കേണൽ റോസ്, അയാൾ കുറേ നാളായില്ലേ നിങ്ങളുടെ ജോലിക്കാരനായിട്ട്? അതെ, ഇന്നുവരെ ജോലിയിൽ ഒരു കുറ്റവും കണ്ടിട്ടില്ല. മരണസമയത്ത് അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്ന വസ്തുക്കളുടെ ലിസ്റ്റ് താങ്കൾ തയ്യാറാക്കിയിട്ടില്ലേ ഇൻസ്പെക്ടർ? സാധനങ്ങളെല്ലാം താഴെ മുറിയിൽ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പോയി നോക്കാം. അവരെല്ലാവരും മുറിക്കകത്ത് കയറി. മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഇൻസ്പെക്ടർ ചതുരാകൃതിയിലുള്ള ഒരു തകരപ്പെട്ടി തുറന്ന് മേശപ്പുറത്ത് കുടഞ്ഞിട്ടു. ഒരു തീപ്പെട്ടി, 2 ഇഞ്ച് നീളം വരുന്ന ഒരു മെഴുകുതിരി, പുകവലിക്കുന്നതിനുള്ള ഒരു പൈപ്പ്, നീർനായത്തോലിൽ തീർത്ത ചെറിയ സഞ്ചിക്കകത്ത് മുറിച്ചു വെച്ച കുറെ പുകയില, സ്വർണ്ണ ചെയിനിലുള്ള ഒരു വെള്ളി വാച്ച്, 5 പവന്റെ സ്വർണ്ണ നാണയങ്ങൾ, പെൻസിലിടുന്ന പെട്ടി, കുറച്ച് കടലാസുകൾ, ആനക്കൊമ്പിന്റെ പിടിയുള്ള മടക്കാനാവാത്ത വളരെ ലോലമായൊരു കത്തി. ഇത്രയും ഉണ്ടായിരുന്നു. കത്തിയുടെ തകിടിൽ വെയ്സ് ആൻഡ് കമ്പനി ലണ്ടൻ എന്ന് അടയാളപ്പെടുത്തിയിരുന്നു. അത് കയ്യിലെടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ഷെർലക് ഹോംസ് പറഞ്ഞു, ഇത് വളരെ വിചിത്രമായ കത്തിയാണ്. ഇതിൽ രക്തം പുരണ്ട പാട് കാണുന്നു. മരിച്ചയാളിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി തന്നെയാണല്ലോ ഇത്. വാട്സൺ, ഇത് നിങ്ങൾക്ക് ഉപയോഗമുള്ളതാണെന്ന് തോന്നുന്നു. ഇത് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. എനിക്കങ്ങനെ തോന്നി. വളരെ നേർമയായ മൂർച്ചയുള്ള കത്തി, അതിസൂക്ഷ്മമായ പ്രവൃത്തികൾക്ക് യോജിച്ചത്. ദുർഘടമായ ഒരു യാത്രയിൽ മടക്കാനാവാത്ത ഈ കത്തി കൊണ്ടു നടക്കുന്നതും വിചിത്രം തന്നെ. ഹോംസ് ഇതിന്റെ അറ്റത്ത് ഒരു കോർക്ക് ഉറപ്പിച്ചിരുന്നു. അത് ശരീരം കിടന്നിടത്തു നിന്ന് തന്നെ കിട്ടി. ഇത് ഡ്രസ്സിംഗ് ടേബിളിന് മുകളിലും കിടന്നിരുന്നെന്നും മുറിയിൽ നിന്നിറങ്ങുമ്പോൾ എടുത്തുകൊണ്ടു പോയതാണെന്നും അയാളുടെ ഭാര്യ പറയുന്നു. ആയുധമെന്ന നിലയിൽ തീരെ അപര്യാപ്തം തന്നെ. പക്ഷേ പെട്ടെന്ന് കയ്യിൽ കെട്ടിയപ്പോൾ എടുത്തതാവാം. അങ്ങനെയാവാം. ഈ കടലാസിൽ എന്തെല്ലാമാണ്? വൈക്കോൽ വാങ്ങിയതിൻ്റെ ബില്ലാണ് 3 എണ്ണം. ഒന്ന് കേണൽ റോസിന്റെ ഒരു കത്ത്. ഇത് ഒരു സ്ത്രീയുടെ ഉടുപ്പ് തുന്നിയ ബില്ലാണ്. 37 പവൻ 15 ഷില്ലിംഗ്. ബോൺ സ്ട്രീറ്റിലെ മാഡം ലെഷോറിയർ വില്യം ഡെർബിഷർ എന്നയാൾക്ക് കൊടുത്തതാണ്. ഡെർബിഷർ തന്റെ ഭർത്താവിന്റെ ഒരു സ്നേഹിതനാണെന്ന് മിസ്സിസ് സ്ട്രൈക്കർ പറയുന്നു. അവരുടെ പേർക്കുള്ള കത്തുകൾ ചിലപ്പോൾ ഇങ്ങോട്ടാണ് അയക്കാറുള്ളതത്രേ. മിസ്സിസ് ഡെർബിഷർ ആഡംബരപ്രിയയാണെന്ന് തോന്നുന്നു. ബില്ല് നോക്കിയിട്ട് ഷെർലക് ഹോംസ് പറഞ്ഞു, 37 പവൻ ഒരു ഉടുപ്പിന് വളരെ കൂടുതൽ തന്നെ. ഇനി കൂടുതലൊന്നും മനസ്സിലാക്കാനില്ലെന്ന് തോന്നുന്നു. നമുക്ക് കൃത്യം നടന്ന സ്ഥലത്തേക്ക് പോവാം. അവർ പുറത്തേക്ക് ഇറങ്ങുന്ന വഴി വരാന്തയിൽ കാത്തു നിന്നിരുന്ന ഒരു സ്ത്രീ ഒരു ചുവട് മുന്നോട്ട് വെച്ച് ഇൻസ്പെക്ടറുടെ കയ്യിൽ സ്പർശിച്ചു. വിളറി വിവശയായ അവളുടെ മുഖത്ത് അടുത്തു കഴിഞ്ഞ ഭയാനക സംഭവത്തിന്റെ ശോകഛായ പടർന്നിരുന്നു. ഇൻസ്പെക്ടർ, അവരെ കിട്ടിയോ? കണ്ടുപിടിച്ചോ? ഇല്ല മിസ്സിസ് സ്ട്രൈക്കർ. ഇതാ മിസ്റ്റർ ഷെർലക് ഹോംസ്. ലണ്ടനിൽ നിന്നും നമ്മെ സഹായിക്കാൻ എത്തിയതാണ്. അദ്ദേഹം കഴിവുള്ളതെല്ലാം ചെയ്യും. ഹലോ മിസ്സിസ് സ്ട്രൈക്കർ, കുറച്ചു നാൾ മുമ്പ് പ്ലിമത്തിലെ ഒരു ഉദ്യാന വിരുന്നിൽ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലേ? ഇല്ല സാർ, അങ്ങേക്ക് തെറ്റിപ്പോയി. ഒട്ടകപ്പക്ഷിയുടെ തൂവലുകൾ തുന്നിപ്പിടിപ്പിച്ച ചാരനിറത്തിലുള്ള ഒരു സിൽക്ക് ഗൗൺ നിങ്ങൾ ധരിച്ചിരുന്നതായി ഞാൻ ഓർക്കുന്നുണ്ടല്ലോ. എനിക്ക് അങ്ങനെ ഒരു ഉടുപ്പില്ല സാർ. ഓഹോ, അപ്പോൾ എനിക്ക് തെറ്റുപറ്റിയതാണ്. ക്ഷമായാചനം ചെയ്തുകൊണ്ട് ഷെർലക് ഹോംസ് ഇൻസ്പെക്ടറെ പിന്തുടർന്ന് പുറത്തിറങ്ങി. ചതുപ്പ് നിലത്തിന് കുറുകെ കുറച്ച് നടന്നപ്പോൾ മൃതദേഹം കണ്ടെടുത്ത സ്ഥലത്തെത്തി. ഒരു കിണ്ണത്തിന്റെ ആകൃതിയിൽ
മദ്യം കുഴിഞ്ഞ താണ സ്ഥലമായിരുന്നു അത്. അതിന്റെ കരയിൽ മുൾച്ചെടികൾ വളർന്നു നിന്നിരുന്നു. അതിലൊന്നിലാണ് സ്ട്രേക്കറുടെ കോട്ട് തൂക്കിയിട്ടിരുന്നത്. ഇൻസ്പെക്ടർ, കഴിഞ്ഞ രാത്രി കാറ്റില്ലായിരുന്നല്ലോ? ഇല്ല, പക്ഷേ ശക്തമായ മഴയുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഓവർകോട്ട് കാറ്റടിച്ച് അവിടെ വീണതായിരിക്കാൻ ഇടയില്ല. തൂക്കിയിട്ടത് തന്നെ. അതെ, ചെടിയിൽ തൂക്കിയിട്ടിരുന്നു. അത് വളരെ രസകരമായിരിക്കുന്നു. ഈ നിലം ചവിട്ടി കുഴച്ചിരിക്കുന്നു. തിങ്കളാഴ്ച രാത്രി കഴിഞ്ഞിട്ടും പലരും ഇവിടെയൊക്കെ നടന്നിരിക്കാൻ ഇടയുണ്ട്. ഇല്ല, ഒരരികിൽ പായ വിരിച്ച് അതിൽ ചവിട്ടിയാണ് ഞങ്ങൾ നിന്നത്. ഓ, അത് നന്നായി. ഹോംസ്, ഈ സഞ്ചിയിൽ സ്ട്രൈക്കർ ധരിച്ചിരുന്ന ഒരു ഷൂ, പിന്നെ ഫിറ്റ്സ്റോയ് സിംസന്റെ ഒരു ഷൂ, രജതകാന്തിയുടെ ലാടം ദാ ഇത്രയുണ്ട്. ഇൻസ്പെക്ടർ, നിങ്ങൾ അതിസമർത്ഥൻ തന്നെ. ഹോംസ് സഞ്ചി കയ്യിൽ വാങ്ങി താഴേക്കിറങ്ങി. പായ കുറച്ചുകൂടി മധ്യത്തിലേക്ക് നീക്കിയിട്ട് അതിൽ കുനിഞ്ഞു നിന്ന് ചവിട്ടി കുഴച്ചിട്ടിരുന്ന മണ്ണ് കുറെ നേരം പരിശോധിച്ചു. ഹലോ, ഇതെന്താണ്? അദ്ദേഹം പകുതി കത്തിയ ഒരു തീപ്പെട്ടിക്കോൽ കയ്യിലെടുത്തു. അതാകെ ചെളി പുരണ്ടിരുന്നു. ഓ, ഞാനിത് കാണാതെ പോയല്ലോ, ഇൻസ്പെക്ടർ ഖേദപൂർവ്വം പറഞ്ഞു. ഇത് ചെളിയിൽ പുതഞ്ഞു കിടക്കുകയായിരുന്നു. ഞാനത് തേടിയത് കൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. എന്ത്? അതിവിടെ കാണുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചോ? കാണാൻ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നി. ഷൂ ഓരോന്നായി സഞ്ചിയിൽ നിന്നെടുത്ത് നിലത്തുള്ള അടയാളങ്ങളുമായി ഒത്തുനോക്കിയിട്ട് ഹോംസ് കരയ്ക്ക് കയറി. ചുറ്റും നിന്നിരുന്ന പന്നൽ ചെടികളുടെയും മുൾച്ചെടികളുടെയും ഇടയിലൊക്കെ നിരീക്ഷണം നടത്തി. ഇവിടെ വേറെ അടയാളങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഓരോ ദിക്കിലും 300 അടി ദൂരം വരെ ഞാൻ പരിശോധിച്ചതാണ്, ഇൻസ്പെക്ടർ പറഞ്ഞു. അങ്ങനെയോ? നിങ്ങളങ്ങനെ പറഞ്ഞാൽ വീണ്ടും ഞാൻ പരിശോധിക്കുന്നത് അധിക പ്രസംഗമാണ്. ഇരുട്ട് വരുന്നതിനു മുൻപ് ഈ തുറന്ന സ്ഥലത്തൂടെ അല്പം നടക്കാൻ പോകുന്നു. നാളെ സ്ഥലം തിരിച്ചറിയണമല്ലോ. ഈ ലാടം ഭാഗ്യചിഹ്നമായി ഞാൻ പോക്കറ്റിൽ സൂക്ഷിക്കാം. ഷെർലക് ഹോംസിന്റെ നിശബ്ദവും നിസ്തന്ത്രവുമായ അന്വേഷണ രീതി കണ്ട് ക്ഷമ നശിച്ചു തുടങ്ങിയ കേണൽ റോസ് വാച്ചിൽ നോക്കി. ഇൻസ്പെക്ടർ, നിങ്ങൾ എന്നോടൊപ്പം വരുന്നുണ്ടോ? പല കാര്യങ്ങളിലും നിങ്ങളുടെ ഉപദേശം എനിക്ക് ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും മത്സരത്തിനുള്ള ലിസ്റ്റിൽ നിന്നും നമ്മുടെ രജതകാന്തിയുടെ പേര് നീക്കം ചെയ്യേണ്ടതല്ലേ? പാടില്ല, ആ പേര് നീക്കം ചെയ്യണ്ട. കേണൽ തല കുനിച്ചു. താങ്കളുടെ അഭിപ്രായത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്കൾ നടന്നിട്ട് വരുമ്പോൾ ഞാൻ സ്ട്രൈക്കറുടെ വീട്ടിലുണ്ടായിരിക്കും. നമുക്ക് ഒരുമിച്ച് താവി സ്റ്റോക്കിലേക്ക് പോവാം. അദ്ദേഹം ഇൻസ്പെക്ടറോടൊപ്പം പോയി. വാട്സണും ഹോംസും തിരഞ്ഞു നടന്നു. മേപ്പിൾ ടണലിലെ കുതിരലായത്തിന് പുറത്ത് സൂര്യൻ മറയാൻ തുടങ്ങുന്നു. വാട്സൺ, ഇതിലേ വരൂ. ജോൺ സ്ട്രൈക്കറെ വധിച്ചതാരാണെന്നുള്ള ചോദ്യം തൽക്കാലത്തേക്ക് നമുക്ക് വിട്ടുകളയാം. കുതിരയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. ആ സംഭവത്തിന് ശേഷം അത് അവിടെ നിന്നും ഓടിക്കളഞ്ഞു എന്ന് കരുതിയാൽ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? കുതിര കൂട്ടായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മൃഗമാണ്. അഴിച്ചുവിട്ടാൽ ഒന്നുകിൽ അത് കിങ്സ് പൈലാൻഡിലേക്ക് തിരിച്ചു പോകും, അല്ലെങ്കിൽ മേപ്പിൾട്ടൺ ലായത്തിൽ ചെന്ന് ചേരും. ചതുപ്പ് നിലത്തിൽ അലഞ്ഞു നടക്കേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനിടെ ആരെങ്കിലും അതിനെ കണ്ടിരിക്കും. ആ നാടോടികൾ കുതിരയെ തട്ടിക്കൊണ്ടുപോകുമോ? കുഴപ്പമുണ്ടാകാൻ ഇടയുള്ളിടത്തൊന്നും ഇക്കൂട്ടർ തലയിടാറില്ല. പോലീസ് ശല്യപ്പെടുത്തുന്നതും അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇത്തരം ഒരെണ്ണത്തിനെ വിറ്റുകളയാമെന്നും അവർ കരുതാനിടയില്ല. കുതിരയെ കൊണ്ടുപോയാൽ അവർക്ക് ലാഭമില്ലെന്ന് മാത്രമല്ല, അത് വലിയ അപകടമാണ് താനും. അതിൽ സംശയം വേണ്ട. ഹോംസ്, അപ്പോൾ അതെവിടെ പോയി? കിങ്സ് പൈലാഡിലോ മേപ്പിൾ ടണലിലോ പോയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? കിങ്സ് പൈലാഡിൽ ഇല്ല, അതുകൊണ്ട് മേപ്പിൾ ടണൽ ഉണ്ടാവണം. അങ്ങനെ സങ്കല്പിച്ച് നമുക്ക് അന്വേഷണം തുടങ്ങാം. ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ ഇവിടം ഉണങ്ങി കട്ടപിടിച്ച തറയാണ്. ഇതിലെയാണ് മേപ്പിൾ ടണലിലേക്ക് പോവേണ്ടത്. അതാ അവിടെ അല്പം താണ നിലമാണ്. തിങ്കളാഴ്ച രാത്രി അവിടെ നല്ലപോലെ നനഞ്ഞിരിക്കും. നമ്മുടെ ഊഹം ശരിയാണെങ്കിൽ കുതിര അതിലെ കടന്നുപോയപ്പോൾ അവിടെ കുളമ്പിന്റെ അടയാളം പതിഞ്ഞിരിക്കും. ഈ സംഭാഷണത്തിനിടയ്ക്ക് അവർ അതിവേഗം നടക്കുകയായിരുന്നു. 2-3 മിനിറ്റ് കൊണ്ട് മുൻപ് പറഞ്ഞ താണ നിലത്തെത്തി. ഹോംസ് പറഞ്ഞതനുസരിച്ച് വാട്സൺ വലത്തെ കരയിലൂടെയും ഹോംസ് ഇടത്തെ കരയിലൂടെയും നടന്നു. വാട്സൺ 50 ചുവട് നടന്നില്ല. അതിനു മുൻപ് ഹോംസിന്റെ ശബ്ദം കേട്ടു. അദ്ദേഹം വാട്സനെ കൈകൊട്ടി വിളിച്ചു. അവിടെ മാർദ്ദവമുള്ള മണ്ണിൽ കുതിരക്കുളമ്പടയാളം വ്യക്തമായി പതിഞ്ഞിരിക്കുന്നു. ഹോംസിന്റെ പോക്കറ്റിൽ കിടന്ന ലാടം ആ അടയാളവുമായി കൃത്യമായി യോജിച്ചിരുന്നു. വാട്സൺ, ഭാവനാശക്തി കൊണ്ടുള്ള പ്രയോജനം കണ്ടോ? ഇൻസ്പെക്ടർ ഗ്രിഗറിക്കില്ലാത്തത് ഇതൊന്നു മാത്രമാണ്. എന്ത് സംഭവിച്ചിരിക്കുമെന്ന് നാം ഭാവനയിൽ കണ്ടു. ആ സങ്കല്പത്തെ അടിസ്ഥാനമാക്കി അന്വേഷണം നടത്തി. സങ്കല്പം ശരിയാണെന്ന് തെളിഞ്ഞു. ഒരു വാട്സൺ, മുന്നോട്ടു പോകാം. വീണ്ടും ഉണങ്ങിയ പുൽമേട്ടിലൂടെ കുറെ ദൂരം ചെന്നപ്പോൾ കുളമ്പടയാളം കണ്ണിൽപ്പെട്ടു. പിന്നെയും അരമൈൽ ഉറച്ച തറയിലൂടെ നടന്നു. അതു കഴിഞ്ഞ് മേപ്പിൾട്ടണിനടുത്തായി കുളമ്പടയാളം മാത്രമല്ല, സമീപത്തുകൂടി ഒരാൾ നടന്ന പാടും കാണാനുണ്ട്. ഇവിടെ കുതിര തനിച്ചല്ല, വാട്സൺ വിളിച്ചു പറഞ്ഞു. അതെ, നേരത്തെ തനിച്ചായിരുന്നു. ഇതെന്താണ്? 2 അടയാളവും അവിടെ വെച്ച് നേരെ തിരിഞ്ഞു നടന്നതായി കണ്ടു. ഹോംസ് ചൂളമടിച്ചു. അവർ അതിനെ പിന്തുടർന്നു. ഒരു വശത്തേക്ക് നോക്കിയപ്പോൾ കുറെ ചെന്നിട്ട് അവർ വീണ്ടും മേപ്പിൾ ടണലിലേക്ക് വരുന്നതായി മനസ്സിലായി. വാട്സൺ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഹോംസ് പറഞ്ഞു, വാട്സൺ, നിങ്ങൾ ഒരു പോയിന്റ് നേടി. നിങ്ങളിത് പറഞ്ഞില്ലെങ്കിൽ ഈ വഴി അത്രയും നാം തിരിച്ചു നടക്കുമായിരുന്നു.
മേപ്പിൾ ടണിലെ കുതിരലായത്തിലേക്കുള്ള കീലിട്ട പാതയിൽ കുളം പടയാളങ്ങൾ അവസാനിച്ചു. ഗേറ്റിനടുത്തെത്തിയപ്പോൾ ഒരു ജോലിക്കാരൻ ഓടി വന്നു. ആരാണ് നിങ്ങൾ? ഇവിടെയെങ്ങും ഇങ്ങനെ ചുറ്റി നടക്കാൻ പാടില്ല. സുഹൃത്തെ, ഒരു കാര്യം അറിയാനാണ്. ഷെർലക് ഹോംസ് തന്റെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ യജമാനൻ മിസ്റ്റർ സിലോസ് ബ്രൗണിനെ അതിരാവിലെ വന്നാൽ കാണാൻ പറ്റുമോ? നാളെ രാവിലെ 5 മണിക്ക് വന്നാൽ? തീർച്ചയായും. ഇവിടെ ആദ്യം ഉറക്കം എണീക്കുന്നത് അദ്ദേഹമാണ്. ഇതാ അദ്ദേഹം തന്നെ വരുന്നു, ചോദിച്ചോളൂ. അയ്യോ വേണ്ട സാർ, പണമൊന്നും വേണ്ട. അത് കണ്ടാൽ അദ്ദേഹം വെച്ചേക്കില്ല. ഞാൻ പിന്നെ വാങ്ങിക്കോളാം. ഹോംസ് പുറത്തെടുത്ത 1/2 പവൻ നാണയം തിരിച്ച് പോക്കറ്റിൽ തന്നെ നിക്ഷേപിച്ചു. ഉഗ്രരൂപിയായ ഒരു വൃദ്ധൻ കയ്യിൽ ചാട്ടക്കമ്പും ചുഴറ്റിക്കൊണ്ട് മുന്നോട്ട് വന്നു. ഏയ്, നീ എന്താണ് ഇവിടെ? അധികം വർത്താനം പറച്ചിലൊന്നും ഇവിടെ വേണ്ട. പോയി നിന്റെ ജോലി നോക്ക്. നിങ്ങൾ ആരാണ്? നിങ്ങളെന്താ ഇവിടെ? സാർ, 10 മിനിറ്റ് താങ്കളോട് സംസാരിച്ചോട്ടെ? ഹോംസ് മധുരമായ ശബ്ദത്തിൽ അപേക്ഷിച്ചു. കണ്ട തെണ്ടികളോടൊക്കെ സംസാരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. ഇവിടെയെങ്കിലും ചുറ്റി നടക്കണ്ട. വേഗം പൊയ്ക്കോ, അല്ലെങ്കിൽ ഞാൻ പട്ടി അഴിച്ചു വിടും. ഹോംസ് മുന്നോട്ട് ചെന്ന് ആ കുതിര പരിശീലകന്റെ കാതിൽ എന്തോ മന്ത്രിച്ചു. അയാൾ ഞെട്ടിത്തെരിച്ചുപോയി. മുഖം ചുവന്നു തൊടുത്തു. അത് പച്ചക്കള്ളം. അയാൾ അട്ടഹസിച്ചു. ശരി, നമുക്ക് അതിവിടെ വെച്ച് പരസ്യമായി തന്നെ ചർച്ച ചെയ്യണോ? നിങ്ങളുടെ മുറിയിൽ വെച്ച് രഹസ്യമായി സംസാരിക്കാമോ? എന്നാൽ അകത്തേക്ക് വരൂ. ഹോംസ് ചിരിച്ചു. വാട്സൺ, ഞാനൊരു 5 മിനിറ്റിനുള്ളിൽ വന്നേക്കാം. വരൂ മിസ്റ്റർ ബ്രൗൺ. 20 മിനിറ്റ് കഴിഞ്ഞ് ഹോംസും പരിശീലകനും മടങ്ങി വന്നപ്പോൾ ആകാശത്തിലെ ചുവപ്പ് നിറം മാറി ചാരനിറമായിരുന്നു. സിലാസ് ബ്രൗണിന്റെ മുഖത്തിനും എന്തോ ഒരു മാറ്റം. ഇത്ര കുറച്ചു സമയത്തിനുള്ളിൽ അതെങ്ങനെ സംഭവിച്ചു? അയാളുടെ മുഖം വിളറിയിരുന്നു. നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞിരുന്നു. വിറയ്ക്കുന്ന കയ്യിലിരുന്ന ചാട്ട കാറ്റിൽപ്പെട്ട വൃക്ഷശിഖരം പോലെ ചലിച്ചുകൊണ്ടിരുന്നു. അധികാരം, തന്റെ ഇടം എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. ഹോംസിന്റെ ചാരത്ത് യജമാനന്റെ കൂടെ നായ എന്ന പോലെ ഒതുങ്ങിക്കൂടി അയാൾ നിന്നു. ശരി, അങ്ങ് പറയുന്ന പോലെ ഞാൻ അനുസരിക്കാം. അതുപോലെ ചെയ്യാം. പിന്നെ ഒരു കാര്യം, താങ്കൾ വിഡ്ഢിത്തമൊന്നും കാട്ടരുത്. ആ കണ്ണുകളിലെ രൂക്ഷഭാവം കണ്ട് അയാൾ ചൂളിപ്പോയി. ഇല്ല, അങ്ങനെയൊന്നും പറ്റുകയില്ല. ഞാൻ തന്നെ അവിടെ വരാം. ആദ്യം അത് മാറ്റണോ അതോ പിന്നീട് മതിയോ? ഹോംസ് തെല്ലുനേരം ആലോചിച്ചു നിന്നു. എന്നിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട, അത് വേണ്ട. എന്തു വേണമെന്ന് ഞാൻ എഴുതി അറിയിക്കാം. പിന്നെ സൂത്രങ്ങളൊന്നും പാടില്ല. അല്ലെങ്കിൽ അയ്യോ, എന്നെ വിശ്വസിക്കാം സാർ, അങ്ങേക്ക് എന്നെ വിശ്വസിക്കാം. എന്നെനിക്ക് തോന്നുന്നു. ശരി, നാളെ ഞാൻ വിവരം അറിയിക്കാം. അയാളുടെ നീട്ടിയ വിറയ്ക്കുന്ന കരത്തെ അവഗണിച്ച് ഹോംസ് തിരിഞ്ഞു നടന്നു. അവർ കിങ്സ് പൈലറ്റിലേക്ക് തിരിച്ചു. വാട്സൺ, ധിക്കാരിയും ഭീരുവും നീചനും ഒക്കെ കൂടി ചേർന്നതാണ് ഈ സിലാസ് ബ്രൗൺ. അയാളെപ്പോലൊരുവനെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. നടക്കുന്നതിനിടയിൽ ഹോംസ് പറഞ്ഞു, കുതിര അയാളുടെ പക്കൽ തന്നെയുണ്ട്. ആദ്യം എന്നെ വിരട്ടാൻ നോക്കി. പക്ഷേ അന്ന് വെളുപ്പാൻ കാലത്ത് അയാളുടെ പ്രവൃത്തികൾ ഓരോന്നും ഞാൻ വിവരിച്ചു കേട്ടപ്പോൾ ഞാൻ എല്ലാം കണ്ടു നിൽക്കുകയായിരുന്നുവെന്ന് അയാൾ ധരിച്ചിരുന്നു. കാലടിപ്പാടിൽ ചതുരത്തിലുള്ള മുൻഭാഗം ശ്രദ്ധിച്ചില്ലേ? അയാളുടെ ഷൂസ് അതേ ആകൃതിയിലാണ്. മാത്രമല്ല, മറ്റു കീഴ്ജീവനക്കാരും ഇത്തരമൊരു പ്രവൃത്തി ചെയ്യാൻ ധൈര്യപ്പെടുകയില്ല. പതിവ് പോലെ അയാൾ ഉണർന്നു പുറത്തു വന്നപ്പോൾ കുതിര അലഞ്ഞു നടക്കുന്നത് കണ്ടതെങ്ങനെയെന്നും സമീപത്ത് ചെന്നപ്പോൾ രജതകാന്തി എന്ന പേരിനു കാരണമായ നെറ്റിയിലെ വെളുത്ത അടയാളം കണ്ട് തിരിച്ചറിഞ്ഞത് ഏതു വിധമാണെന്നും തന്റെ കുതിരയെ തോൽപ്പിക്കാൻ കഴിവുള്ള ഒരേ ഒരെണ്ണം ഭാഗ്യവശാൽ വന്നു ചേർന്നപ്പോൾ ആദ്യം കിങ്സ് പൈലാഡിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചെങ്കിലും പിന്നീട് മത്സരം കഴിയുന്നതുവരെ കുതിരയെ ഒളിപ്പിച്ചു വെക്കാമെന്ന് തീരുമാനിച്ചത് എങ്ങനെയാണെന്നും അതൊക്കെ ഞാൻ വിവരിച്ചപ്പോൾ അയാൾ പരാജയം സമ്മതിച്ചു. എങ്ങനെയെങ്കിലും തടി രക്ഷിച്ചാൽ മതിയെന്നായി. പക്ഷേ ഹോംസ്, അയാളുടെ കുതിരലായം നേരത്തെ പോലീസ് പരിശോധിച്ചതാണല്ലോ. അയാളെ പോലുള്ള പഴയ കുതിരക്കാരന് പല കൃത്രിമ മാർഗങ്ങളും അറിയാം. ഇനിയും കുതിര അയാളുടെ അധീനതയിലിരുന്നാൽ അയാൾ എന്തെങ്കിലും അപകടം കാണിച്ചാലോ? ഇല്ല വാട്സൺ, അതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ അയാൾ സൂക്ഷിക്കും. സുരക്ഷിതമായി തിരിച്ചേൽപ്പിച്ചാൽ മാത്രമേ രക്ഷപ്പെടാനൊക്കൂ എന്ന് അയാൾക്കറിയാം. ഏതായാലും കേണൽ റോസ് അയാളോട് ദയ കാണിക്കുമെന്ന് തോന്നുന്നില്ല. ഇക്കാര്യം കേണൽ റോസിന്റെ അധീനതയിലല്ല. ഞാൻ എൻ്റെ രീതി അനുസരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള അത്രയും മാത്രമേ ഞാൻ പുറത്തു പറയൂ. ഒരു ഔദ്യോഗിക ഉദ്യോഗസ്ഥനല്ലാത്തത് കൊണ്ടുള്ള സൗകര്യമാണിത്. കേണലിന്റെ എന്നോടുള്ള പെരുമാറ്റം അല്പം അവഹേളനപരമായിരുന്നുവെന്ന് ഓർക്കുന്നില്ലേ? അദ്ദേഹത്തിന്റെ ചിലവിൽ ഞാനും കുറച്ച് നേരം പോക്ക് കാണാൻ പോകുന്നു. പിന്നെ കുതിരയെക്കുറിച്ച് അയാളോടൊന്നും പറയരുത്. ഇല്ല ഹോംസ്, താങ്കളുടെ അനുവാദം കൂടാതെ ഒന്നും പറയില്ല. ജോൺ സ്ട്രേക്കറുടെ കൊലപാതകയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതെല്ലാം അപ്രധാനമാണ്. ആരാണ് കൊലപാതകി? ഇന്ന് അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല വാട്സൺ, ഇന്ന് രാത്രിയിലെ വണ്ടിയിൽ ലണ്ടനിലേക്ക് മടങ്ങണം. ഹോംസിന്റെ വാക്കുകൾ കേട്ട് വാട്സൺ അമ്പരന്നു പോയി. ഡെവൺഷെയറിൽ വന്നിട്ട് മണിക്കൂറുകളെ ആയുള്ളൂ. വിജയപ്രതീക്ഷകളോടുകൂടി മുന്നേറിക്കൊണ്ടിരുന്ന ഈ അന്വേഷണം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുന്നു എന്നതിന്റെ കാരണം വാട്സന് മനസ്സിലായില്ല. കൊല്ലപ്പെട്ട ശിക്ഷകന്റെ വീട്ടിൽ എത്തുന്നതുവരെ ഹോംസ് മൗനം ഭജിച്ചതേയുള്ളൂ. അവിടെ ഇൻസ്പെക്ടറും കേണലും അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഞാനും വാട്സനും ഇന്ന് രാത്രിയിലെ എക്സ്പ്രസ് ട്രെയിനിൽ മടങ്ങിപ്പോകുന്നു. മനോഹരമായ ഡാർട്ട്മൂറിലെ ശുദ്ധവായു ഞങ്ങൾ ആസ്വദിച്ചു.
ഹോംസിന്റെ വാക്കുകൾ കേട്ട് ഇൻസ്പെക്ടർ കണ്ണുമിഴിച്ചു. വെറുപ്പ് കൊണ്ട് കേണലിന്റെ ചുണ്ടു വക്രിച്ചു. അപ്പോൾ പാവം സ്ട്രൈക്കറുടെ കൊലപാതകയെ പിടികൂടാൻ നിങ്ങൾക്ക് കഴിവില്ല അല്ലേ? ഹോംസ് തോൾ കുലുക്കിയിട്ട് പറഞ്ഞു. ചില പ്രധാന പ്രതിബന്ധങ്ങൾ നേരിട്ടിരിക്കുന്നു. എങ്കിലും എനിക്ക് പ്രതീക്ഷയുണ്ട്. ഏതായാലും നിങ്ങളുടെ കുതിര ചൊവ്വാഴ്ച മത്സരത്തിൽ പങ്കെടുക്കും. കുതിരക്കാരനെ തയ്യാറാക്കി നിർത്തിക്കോളൂ. മിസ്റ്റർ ജോൺ സ്ട്രൈക്കറുടെ ഒരു ഫോട്ടോ കിട്ടാനുണ്ടോ? ഇൻസ്പെക്ടർ ഒരു കവറിൽ നിന്നും ഫോട്ടോ എടുത്തു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട ഗ്രിഗറി, നിങ്ങൾ എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയിരിക്കുന്നു. 1 മിനിറ്റ് ക്ഷമിക്കുമെങ്കിൽ ജോലിക്കാരോട് ഒരു വിവരം അന്വേഷിച്ചിട്ട് ഞാനിപ്പോൾ വരാം. ലണ്ടനിൽ നിന്നുള്ള നിങ്ങളുടെ കുറ്റാന്വേഷണ വിദഗ്ധൻ ഒട്ടും പോരാ. ഷെർലക് ഹോംസ് ഉള്ളിലേക്ക് പോയപ്പോൾ കേണൽ റോസ് പച്ചയായി തന്നെ പറഞ്ഞു. കുതിരയെ ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് തിരിച്ചു കിട്ടുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വാട്സൺ പറഞ്ഞു. വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി ആ കുതിരയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. വാട്സൺ മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും ഹോംസ് മടങ്ങി വന്നു. ശരി വാട്സൺ, നമുക്ക് താവി സ്റ്റോക്കിലേക്ക് പോവാം. വണ്ടിയിൽ കയറാൻ തുടങ്ങവേ വാതിൽ തുറന്നു പിടിച്ചുകൊണ്ടു നിന്ന ലായത്തിലെ ജോലിക്കാരൻ പയ്യന്റെ ചുമലിൽ തട്ടി ഹോംസ് ചോദിച്ചു. പറമ്പിൽ കുറെ ആടുകൾ നിൽക്കുന്നത് കണ്ടല്ലോ. ആരാണ് അവയെ മേയ്ക്കുന്നത്? അത് ഞാനാണ് സാർ. അടുത്ത കാലത്ത് അവയിൽ ഏതിനെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടായതായി തോന്നിയിട്ടുണ്ടോ? കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ 3 എണ്ണം മുടന്തി നടക്കുന്നു. കുരുടന്റെ ഏറുപോലെയാണ് വാട്സൺ. വെറും ഭാഗ്യം. വാട്സന്റെ കയ്യിൽ നുള്ളിക്കൊണ്ട് ഹോംസ് പറഞ്ഞു. ഗ്രിഗറി, ആടിനുണ്ടാകുന്ന ഈ പകർച്ചവ്യാധിയെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കേണൽ റോസിന്റെ മുഖത്ത് ഹോംസിന്റെ കഴിവില്ലായ്മയെക്കുറിച്ച് നേരത്തെ പ്രകടമായിരുന്ന അസംതൃപ്തി ഇപ്പോഴും ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ഹോംസിന്റെ വാക്കുകളിൽ അങ്ങേയറ്റം ശ്രദ്ധ പതിപ്പിച്ചു. അത് പ്രധാനമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വളരെ പ്രധാനമാണ്. പിന്നെ ഹോംസ്, മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഉണ്ട്. അന്ന് രാത്രിയിലെ നായയുടെ പെരുമാറ്റം. അതിന് അന്നു രാത്രി നായ ഒന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്തില്ല. അത് തന്നെയാണ് ഏറ്റവും വിചിത്രം. ഡ്രൈവർ, വണ്ടി വിട്ടോളൂ. 4 ദിവസം കഴിഞ്ഞ് വാട്സണും ഹോംസും വിഞ്ചസ്റ്ററിലേക്കുള്ള തീവണ്ടിയിൽ വെസെക്സ് കപ്പിനുള്ള കുതിരപ്പന്തയം കാണാൻ പുറപ്പെട്ടു. നേരത്തെ അറിയിച്ചതനുസരിച്ച് കേണൽ റോസ് സ്റ്റേഷന് പുറത്ത് അവരെ കാത്തു നിന്നിരുന്നു. അദ്ദേഹത്തിന്റെ തുറന്ന കുതിരവണ്ടിയിൽ അവർ പന്തയം നടക്കുന്ന മൈതാനത്തേക്ക് പോയി. ഗൗരവം വിടാതെ തണുപ്പൻ മട്ടിലായിരുന്നു കേണലിന്റെ പെരുമാറ്റം. എന്റെ കുതിരയെ ഇതുവരെ കണ്ടില്ലല്ലോ, അയാൾ വ്യാകുലപ്പെട്ടു. കേണൽ, അതിനെ കണ്ടാൽ താങ്കൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് ഞാൻ കരുതട്ടെ. ദേഷ്യം കൊണ്ട് കേണലിന്റെ മുഖം ചുവന്നു. കഴിഞ്ഞ 20 കൊല്ലമായി ഞാൻ കുതിരകളെ വളർത്തുന്നു. ഇത്തരമൊരു ചോദ്യം ഇതുവരെ എന്നോട് ആരും ചോദിച്ചിട്ടില്ല. നെറ്റിയിലെ വെളുത്ത അടയാളവും മുൻകാലിലെ പുള്ളികളും കൊണ്ട് ഒരു കൊച്ചുകുട്ടി പോലും രജതകാന്തിയെ തിരിച്ചറിയും. ശരി, പന്തയത്തിന്റെ നിലവാരം എങ്ങനെ? അതാണ് വിചിത്രം. ഇന്നലെ 15-ൽ 1 എന്ന നിരക്കിലായിരുന്നു. ഇപ്പോൾ അത് താഴെ വന്ന് 3-ൽ 1 ആയിട്ടുണ്ട്. അപ്പോ ആർക്കോ ചിലതൊക്കെ അറിയാം. വണ്ടി ഗ്രാൻഡ് സ്റ്റാൻഡിനടുത്തെത്തി മത്സര വിവരം കാണിക്കുന്ന കാർഡ് വാട്സൺ വായിച്ചു നോക്കി. വെസെക്സ് പ്ലേറ്റ് 1ാം സമ്മാനം 1000 പവൻ, 2ാം സമ്മാനം 300 പവൻ, 3ാം സമ്മാനം 200 പവൻ. 4ഉം 5ഉം വയസ്സായ കുതിരകൾ മാത്രം. ദൂരം 1 മൈൽ 5 ഫർലോങ്. 1 മിസ്റ്റർ ഹീത്ത് ന്യൂട്ടന്റെ കുതിര നീഗ്രോ, ചുവന്ന തൊപ്പി, മഞ്ഞ കലർന്ന തവിട്ട് നിറത്തിലുള്ള ജാക്കറ്റ്. 2 കേണൽ വാട്ട്ലായുടെ പ്യൂ ലിജിസ്റ്റ്, പാടല വർണ്ണത്തിലുള്ള തൊപ്പി, നീലയും കറുപ്പും ജാക്കറ്റ്. 3 കേണൽ റോസിന്റെ രജതകാന്തി, കറുത്ത തൊപ്പി, ചുവന്ന ജാക്കറ്റ്. 4 ബാക്ക് വാട്ടർ പ്രഭുവിന്റെ ദസ്ബറോ, മഞ്ഞ തൊപ്പിയും കുപ്പായവും. 5 മാൽബറോൺ ഡ്യൂക്കിന്റെ ഐറസ്, മഞ്ഞയും കറുപ്പും വരകൾ. 6 സിംഗിൾ ഫോർട്ട് പ്രഭുവിന്റെ റാസ്പർ, കടും ചുവപ്പ് തൊപ്പി, കറുത്ത കുപ്പായം. ഞങ്ങൾ മറ്റേ കുതിരയെ പിൻവലിച്ചു ഹോംസ്, കേണൽ പറഞ്ഞു. നിങ്ങളുടെ വാക്കിനെ വിശ്വസിച്ച് ഒരെണ്ണത്തിൽ മാത്രം എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചിരിക്കുകയാണ്. ഓ, അതാ നോക്കൂ, രജതകാന്തിയുടെ പേര് 1ാം സ്ഥാനത്ത്. രജതകാന്തിക്ക് 5-ൽ 4. 5-ൽ 4. റിങ്ങിൽ നിന്നും അറിയിപ്പ് കേട്ടു. ദസ്ബറോ 15ാമത്. അതാ എല്ലാം വന്നു കഴിഞ്ഞു. 6 എണ്ണവുമുണ്ട്. അപ്പോൾ എന്റെ കുതിരയുമുണ്ട്. കേണൽ ആവേശം കൊണ്ടു. പക്ഷെ അതെവിടെ? എന്റെ കുതിരക്കാരന്റെ നിറം എവിടെ? കേണൽ, ഇപ്പോൾ വരും. 5 എണ്ണം കടന്നുപോയി. അതാ ആ 6ാമതായി വരുന്നതായിരിക്കണം. പറഞ്ഞു തീരും മുൻപ് ശക്തനായ ഊത നിറത്തിലുള്ള ഒരു കുതിര പാഞ്ഞു വന്നു. അതിന്റെ പുറത്തിരുന്നയാൾ കേണലിന്റെ നിറമായ കറുപ്പ് തൊപ്പിയും ചുവന്ന കുപ്പായവും അണിഞ്ഞിരുന്നു. അതെന്റെ കുതിരയല്ല, കേണൽ വിളിച്ചു പറഞ്ഞു. അതിന്റെ പുറത്ത് ഒരു വെളുത്ത രോമം പോലുമില്ല. നിങ്ങൾ എന്ത് ചെയ്തു മിസ്റ്റർ ഹോംസ്? നിൽക്കൂ, അതിന്റെ പ്രകടനമൊന്ന് കണ്ടു നോക്കാം. ഹോംസ് തെല്ലും കൂസാതെ പറഞ്ഞു. വാട്സന്റെ ദൂരദർശിനി വാങ്ങി കേണൽ കുറച്ചു നേരം നോക്കി നിന്നു. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? 1ാം തരം, ഉഗ്രമായ തുടക്കം. അതാ നോക്കൂ, വളവ് തിരിഞ്ഞു വരുന്നു. വണ്ടിയിലിരുന്ന് തന്നെ അവർക്ക് ഭംഗിയായി കാണാൻ കഴിഞ്ഞു. ഒരു പുതപ്പ് കൊണ്ട് മൂടത്തക്കവണ്ണം അത്ര അടുത്താണ് 6 കുതിരകളും വന്നുകൊണ്ടിരിക്കുന്നത്. പകുതി ദൂരം വരെ മേപ്പിൾ ടണിലെ മഞ്ഞ നിറം മുൻപിലായിരുന്നു. അവരുടെ കുതിര അടുത്തെത്തുന്നതിന് മുൻപ് അതിനെ പിന്നിലാക്കി കേണലിന്റെ കുതിര കുതിച്ചു കയറി 1ാം സ്ഥാനത്തായി. ബാൽമൊറാൽ ഡ്യൂക്കിന് വെറും 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു.
ഹോ, ഏതായാലും വിജയം എനിക്ക് തന്നെ. കേണൽ വാ പിളർന്നു നിന്നു. എനിക്കിതിന്റെ വാലും തലയും ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. മിസ്റ്റർ ഹോംസ്, ഇനിയെങ്കിലും രഹസ്യം എന്താണെന്നൊന്ന് പറഞ്ഞുകൂടെ? തീർച്ചയായും പറയാം കേണൽ, എല്ലാം പറയാം. നമുക്ക് ഒന്നിച്ചു പോയി കുതിരയെ കാണാം. ഇതാ എത്തിയല്ലോ. അവർ ഫിനിഷിംഗ് പോയിന്റിനടുത്ത് ഉടമസ്ഥന്മാർക്കും അവരുടെ സുഹൃത്തുക്കൾക്കും മാത്രം പ്രവേശനമുള്ള പ്രത്യേക സ്ഥലത്ത് ചെന്നു. കേണൽ തന്റെ വിജയിച്ച കുതിരയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. കേണൽ, ഇതാണ് നിങ്ങളുടെ രജതകാന്തി. ഈ കുതിരയുടെ മുഖവും കാലുകളും സ്പിരിറ്റ് കൊണ്ട് ഒന്ന് നന്നായി കഴുകിയാൽ മതി. പഴയ രജതകാന്തി പ്രത്യക്ഷപ്പെടും. ഹോ, നിങ്ങൾ എന്നെ അമ്പരിപ്പിച്ചു കളഞ്ഞു. ഒരു തട്ടിപ്പുകാരന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഇവനെ കണ്ടെടുത്തത്. കിട്ടിയ ഉടനെ തന്നെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാമെന്ന് തീരുമാനിച്ചു. ഹോംസ് വിശദീകരിച്ചു. ഹോ, പ്രിയപ്പെട്ട സാർ, താങ്കൾ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു. കുതിരയ്ക്ക് ഒരു കുഴപ്പവുമില്ല. ഇത്ര ഭംഗിയായി ഇതിനു മുൻപ് ഓടിയിട്ടില്ല. താങ്കളുടെ കഴിവിനെ കുറിച്ച് സംശയിച്ചതിൽ ഞാൻ 1000 തവണ മാപ്പ് ചോദിക്കുന്നു. എന്റെ കുതിരയെ വീണ്ടെടുത്തു തന്നത് വളരെ വലിയൊരു ഉപകാരമായി. മിസ്റ്റർ ഷെർലക് ഹോംസ്, ഇനി സ്ട്രൈക്കറുടെ കൊലപാതകയെ കൂടി കണ്ടുപിടിച്ചാൽ അതിൽ പരം വലിയൊരു കാര്യമില്ല. കേണൽ, ഞാനത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കേട്ട് കേണലും വാട്സനും വിളിച്ചു നോക്കി. കണ്ടുപിടിച്ചോ? എവിടെ എവിടെ അവൻ? ഇവിടെ തന്നെയുണ്ട്. ഇവിടെയോ? അതെ, ഇപ്പോൾ എന്റെ കൂടെ തന്നെയുണ്ട്. കേണലിന്റെ മുഖം കോപം കൊണ്ട് ജ്വലിച്ചു. മിസ്റ്റർ ഹോംസ്, ഞാൻ താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു. അത് ശരി തന്നെ. പക്ഷെ താങ്കൾ ഇപ്പോൾ പറഞ്ഞത് ഒന്നുകിൽ ഒരു വൃത്തികെട്ട നേരം പോക്ക്, അഥവാ മര്യാദകേട്. ഷെർലക് ഹോംസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കേണൽ, കൊലപാതകവുമായി ഞാൻ നിങ്ങളെ ഒരിക്കലും ബന്ധപ്പെടുത്തിയിട്ടില്ല. യഥാർത്ഥത്തിലുള്ള കുറ്റവാളി അതാ നിൽക്കുന്നു, നിങ്ങളുടെ തൊട്ടു പിന്നിൽ. ഷെർലക് ഹോംസ് ഒരു വശത്തേക്ക് മാറി ആ പഴയ പന്തയ കുതിരയുടെ മിനുസമാർന്ന കഴുത്തിൽ തട്ടി. ഈ കുതിരയോ? രജതകാന്തിയോ? കേണലും വാട്സനും ഒപ്പം നിലവിളിച്ചുപോയി. അതെ, ഈ കുതിര തന്നെ. ആത്മരക്ഷാർത്ഥമാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അതിന്റെ പേരിലുള്ള കുറ്റം ലഘൂകരിക്കപ്പെടും. ജോൺ സ്ട്രേക്കർ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായിരുന്നില്ല. അതാ മണിയടിക്കുന്നു. അടുത്ത പന്തയത്തിന് ഞാനൊരു ടിക്കറ്റ് എടുക്കട്ടെ. ചെറിയൊരു സമ്മാനം കിട്ടിയാലോ? പിന്നീട് കുറെ കൂടി സൗകര്യമായി ഞാൻ സംഭവങ്ങളുടെ വിശദമായ ഒരു വിവരണം തരാം. അന്ന് വൈകുന്നേരം ലണ്ടനിലേക്കുള്ള യാത്രാമധ്യേ ഒരു സ്ലീപ്പർ കോച്ചിന്റെ മൂലയിലിരുന്ന് അവർ ഹോംസിന്റെ വിശദീകരണം ശ്രദ്ധിച്ചു കേട്ടു. തിങ്കളാഴ്ച രാത്രി ഡാർട്ട്മൂർ ലായത്തിൽ നടന്ന സംഭവങ്ങളുടെയും അതിന്റെ രഹസ്യം അനാവരണം ചെയ്യാൻ ഹോംസ് പ്രയോഗിച്ച മാർഗത്തിന്റെയും വിവരണം കേട്ടിരുന്ന കേണൽ റോസും വാട്സനും തീവണ്ടി ബഹുദൂരം സഞ്ചരിച്ചതറിഞ്ഞില്ല. പത്ര റിപ്പോർട്ടുകളിൽ നിന്നും ഞാൻ ആവിഷ്കരിച്ച സിദ്ധാന്തങ്ങൾ അപ്പടി തെറ്റായിരുന്നുവെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഹോംസ് പറഞ്ഞു തുടങ്ങി. എങ്കിലും പ്രധാനപ്പെട്ട ചില സൂചനകൾ അവയിൽ ഒളിഞ്ഞു കിടന്നിരുന്നു. ഫിറ്റ്സ്റോയ് സിംസൺ തന്നെയാണ് പ്രതി എന്ന ബോധത്തോടെയാണ് ഞാൻ ഡെവൻഷെയറിൽ ചെന്നത്. അയാൾക്കെതിരെയുള്ള തെളിവുകൾ അപൂർണമാണെന്ന് എനിക്കറിയാമായിരുന്നു. വണ്ടിയിലിരിക്കവേ ശിക്ഷകന്റെ വീടിനടുത്തെത്താറായപ്പോഴാണ് ഇറച്ചിക്കറിയുടെ പ്രാധാന്യം എനിക്ക് മനസ്സിലായത്. നിങ്ങളെല്ലാം വണ്ടിയിൽ നിന്നിറങ്ങിയിട്ടും ഞാൻ അന്യമനസ്കനായി അവിടെ ഇരുന്നത് നിങ്ങൾ ഓർക്കുമല്ലോ. ഇത്ര വ്യക്തമായ ഒരു തെളിവ് ഞാൻ കാണാതെ പോയല്ലോ എന്നോർത്ത് അത്ഭുതപ്പെടുകയായിരുന്നു. അപ്പോൾ അതിന് ഈ കേസുമായുള്ള ബന്ധം എന്താണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല, കേണൽ പറഞ്ഞു. എന്റെ അനുമാനങ്ങളിലെ ആദ്യത്തെ കണ്ണിയായിരുന്നു അത്. പൊടിച്ച കറുപ്പ് ചുവയില്ലാത്തതല്ല. അതിന്റെ രുചി അറപ്പുണ്ടാക്കുന്നതാണെങ്കിലും തിരിച്ചറിയാൻ പ്രയാസമുള്ളതല്ല. ഏതെങ്കിലും സാധാരണ ഭക്ഷ്യസാധനങ്ങളിൽ കറുപ്പ് ചേർന്നാൽ വേഗം തിരിച്ചറിയാം. തിന്നാൻ കഴിയില്ല. കറിയാണ് ചുവ പുറത്തറിയാതിരിക്കാൻ പറ്റിയ മാധ്യമം. അപരിചിതനായ ഫിറ്റ്സ്റോയ് സിംസൺ ശിക്ഷകന്റെ വീട്ടിൽ അന്നു രാത്രി ഇറച്ചിക്കറിയാണുള്ളതെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് കറുപ്പുമായി വന്നു എന്ന് കരുതുക സാഹസമായിരിക്കും. അങ്ങനെ കരുതാൻ വയ്യ. അതുകൊണ്ട് സിംസണെ കേസിൽ നിന്നും ഒഴിവാക്കാം. ഇനി ഇറച്ചിക്കറിയെക്കുറിച്ച് അറിവുള്ളവർ സ്ട്രേക്കറും അയാളുടെ ഭാര്യയുമാണ്. കാവൽക്കാരൻ പയ്യനുള്ള കറിയിൽ മാത്രമേ കറുപ്പ് ചേർന്നിരുന്നുള്ളൂ. അതേ കറി ഭക്ഷിച്ച മറ്റുള്ളവർക്കാർക്കും അസുഖമുണ്ടായില്ലല്ലോ. ജോലിക്കാരി കാണാതെ കറുപ്പ് കലർത്താൻ ആർക്കാണ് അവസരം ലഭിച്ചത്? ഈ ചോദ്യത്തിന് ഉത്തരം കാണുന്നതിന് മുൻപായി പട്ടിയുടെ നിശബ്ദത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശരിയായ ഒരു അനുമാനം മറ്റൊന്നിലേക്ക് വഴിതെളിക്കും. സിംസൺ സംഭവത്തിൽ നിന്നും ലായത്തിൽ ഒരു പട്ടി ഉണ്ടായിരുന്നുവെന്നും ആരോ അകത്ത് കടന്ന് കുതിരയെ അഴിച്ച് പുറത്തു കൊണ്ടുവന്നിട്ടും അത് കുരച്ച് മുകളിൽ ഉറങ്ങിക്കിടന്നവരെ ഉണർത്തിയില്ലെന്നും എനിക്ക് വ്യക്തമായി. അർദ്ധരാത്രിയിലെ നമ്മുടെ സന്ദർശകൻ പട്ടിക്ക് നല്ല പരിചയമുള്ളവനായിരിക്കണം. രാത്രിയുടെ നിശബ്ദതയിൽ ജോൺ സ്ട്രേക്കർ ലായത്തിൽ ചെന്ന് രജതകാന്തിയെ പുറത്തു കൊണ്ടുവന്നു എന്ന് ഞാൻ തീർച്ചയാക്കി. അഥവാ ഏതാണ്ട് അങ്ങനെ ഒരു അനുമാനത്തിലെത്തി. എന്തായിരുന്നു ഉദ്ദേശം? സതുദ്ദേശമായിരിക്കില്ല എന്ന് തീർച്ച. അങ്ങനെയാണെങ്കിൽ സ്വന്തം കാവൽക്കാരന് മയക്കുമരുന്ന് കൊടുക്കുമോ? എങ്കിലും എന്താണ് അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ശിക്ഷകർ തന്നെ സ്വന്തം കുതിരയ്ക്കെതിരെ ചതിപ്രയോഗം നടത്തി മത്സരം ജയിക്കാതാക്കി വൻ തുകകൾ തട്ടിയെടുത്ത സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ മത്സരത്തിൽ കുതിരയെ ഓടിക്കുന്നവരെ ആയിരിക്കും ചാക്കിട്ട് പിടിക്കുന്നത്. വളരെ തന്ത്രപരവും സുനിശ്ചിതവുമായ പല മാർഗങ്ങളുണ്ട്. അതുവല്ലതും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ? അയാളുടെ പോക്കറ്റിൽ നിന്നും കിട്ടിയ വസ്തുക്കളിൽ
വല്ല തെളിവും കണ്ടേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് തെളിവ് കിട്ടി. കൊല്ലപ്പെട്ടയാളുടെ കയ്യിലിരുന്ന വിചിത്രമായ കത്തിയുടെ കാര്യം നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. ബോധമുള്ളവരാരും കൊണ്ടു നടക്കാത്ത ഒരായുധം. ഡോക്ടർ വാട്സൺ പറഞ്ഞതുപോലെ അതിസൂക്ഷ്മമായ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. അന്നു രാത്രി ഏതോ ഓപ്പറേഷൻ നടക്കാനിരിക്കുന്നു. കുതിരയുടെ തുടയിൽ തൊലിക്ക് തൊട്ടു താഴെ മാംസപേശിയിൽ ചെറിയൊരു കീറലുണ്ടാക്കിയാൽ മുറിവ് പുറത്തു കാണുകയില്ലെന്ന് കുതിരകളുമായി വളരെ കാലത്തെ പരിചയമുള്ള കേണൽ റോസ് അങ്ങേക്കറിയാമല്ലോ. അങ്ങനെ ചെയ്താൽ കുതിരയ്ക്ക് ചെറിയൊരു മുടന്തുണ്ടാകും. വാദമോ വ്യായാമത്തിൽ പറ്റിയ തകരാറോ ആണെന്ന് കരുതുകയും ചെയ്യും. അട്ടിമറിയാണെന്ന് ആരും ഊഹിക്കുകയില്ല. ഹോ, തെമ്മാടി, വഞ്ചകൻ! കേണൽ റോസ് ആക്രോശിച്ചു. പരിശീലകനായ ജോൺ സ്ട്രൈക്കർ കുതിരയെ അകലെ കൊണ്ടുപോയത് എന്തിനാണെന്നറിയാമോ? ഇത്ര ഊർജ്ജസ്വലനായ ഒരു മൃഗം കത്തി പുറത്തു കൊള്ളുമ്പോൾ ബഹളമുണ്ടാക്കി ഉറങ്ങിക്കിടക്കുന്നയാളുകളെ ഉണർത്താതിരിക്കില്ല. അതുകൊണ്ട് തുറസായ സ്ഥലത്ത് കൊണ്ടുപോകുന്നത് തന്നെയാണ് സുരക്ഷിതം. ഞാനൊരു ബുദ്ധിശൂന്യൻ തന്നെ. ശരിയാണ്, അതിനാണ് അയാൾ തീപ്പെട്ടി ഉരച്ച് മെഴുകുതിരി കത്തിച്ചത്. കേണൽ വിലപിച്ചു. സംശയമില്ല. അയാളുടെ സാധനങ്ങൾ പരിശോധിച്ചപ്പോൾ കുറ്റം ചെയ്ത രീതി മാത്രമല്ല, അതിനു പ്രേരകമായ വസ്തുതകൾ കൂടി ഭാഗ്യവശാൽ ഞാൻ മനസ്സിലാക്കി. മറ്റുള്ളവരുടെ ബില്ലുകൾ നമ്മൾ പോക്കറ്റിലിട്ട് നടക്കുക സ്വാഭാവികമല്ലെന്നറിയാമല്ലോ. നമ്മുടെ സ്വന്തം കണക്കുകൾ തന്നെ ഒരുപാടുള്ളപ്പോൾ അന്യന്റെ കൂടി ഭാരം ചുമക്കുന്നതെന്തിന്? സ്ട്രൈക്കർക്ക് ഇരട്ട മുഖമുണ്ടെന്നും 2 കുടുംബം പുലർത്തുന്നുണ്ടെന്നും ഞാൻ മനസ്സിലാക്കി. ഒരു സ്ത്രീ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ബില്ല് കണ്ടപ്പോൾ തെളിഞ്ഞു. വളരെ ആഡംബരപ്രിയയായ ഒരു സ്ത്രീ. നിങ്ങൾ എത്ര തന്നെ ഉദാരമതിയായാലും നിങ്ങളുടെ ജോലിക്കാരന് അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി 37 പവന്റെ ഡ്രസ്സ് വാങ്ങാൻ സാധിക്കുകയില്ല തന്നെ. മിസ്സിസ് സ്ട്രൈക്കറോട് അവരറിയാതെ തന്നെ ആ ഡ്രസ്സിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അവരുടെ കയ്യിൽ അത് എത്തിച്ചേർന്നിട്ടില്ലെന്ന് ബോധ്യമായതോടെ വസ്ത്രനിർമ്മാതാവിന്റെ മേൽവിലാസവും മനസ്സിലാക്കി. ഗ്രിഗറിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ സ്ട്രൈക്കറുടെ ഫോട്ടോയുമായി അവരെ സമീപിച്ചാൽ ഡെർബിഷെയർ എന്ന സാങ്കല്പിക കഥാപാത്രം ആരാണെന്ന് അറിയാമെന്ന് ഞാൻ ഊഹിച്ചു. മറ്റെല്ലാ കാര്യങ്ങളും പകൽ പോലെ സ്പഷ്ടമാണ്. സ്ട്രൈക്കർ വെളിച്ചം പുറത്തു കാണാത്ത ഒരു താണ നിലത്തിലേക്ക് കുതിരയെ നയിച്ചു. സിംസൺ ഓടിപ്പോയപ്പോൾ നിലത്ത് വീണ മഫ്ലർ സ്ട്രൈക്കർക്ക് കിട്ടി. കുതിരയുടെ കാല് കെട്ടാൻ ഉപയോഗിക്കാമെന്ന് കരുതി അയാൾ അത് കയ്യിലെടുത്തിരിക്കും. ഉദ്ദിഷ്ട സ്ഥാനത്ത് ചെന്ന് കുതിരയുടെ പിന്നിൽ നിന്നും അയാൾ മെഴുകുതിരി കത്തിച്ചു. പെട്ടെന്ന് പ്രകാശം തട്ടിയപ്പോൾ മൃഗം ഭയപ്പെട്ടു. കൂടാതെ അപകടം മണത്തറിയാൻ മൃഗങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട്. അത് പിൻകാലുകൊണ്ട് ചവിട്ടി ലാടം തറച്ച കാലുകൾ കൊണ്ടുള്ള ഊക്കേറിയ അടിയേറ്റ് സ്ട്രൈക്കർ നിലം പതിച്ചു. മഴയുണ്ടായിരുന്നെങ്കിലും ജോലി ചെയ്യാനുള്ള സൗകര്യം കരുതി അയാൾ കോട്ട് ഊരിയിരുന്നു. അതുകൊണ്ട് വീണപ്പോൾ കത്തി തുടയിൽ തുളച്ചു കയറി. ഞാൻ പറഞ്ഞത് വ്യക്തമായില്ലേ? അത്ഭുതകരമായിരിക്കുന്നു മിസ്റ്റർ ഹോംസ്. താങ്കൾ ദൃക്സാക്ഷിയായിരുന്നു എന്ന പോലെയാണ് കാര്യങ്ങൾ വിവരിച്ചത്. എന്റെ അവസാന പ്രയോഗം വെറും പരീക്ഷണം മാത്രമായിരുന്നു. സ്ട്രൈക്കറെ പോലെ കൂർമ്മ ബുദ്ധിയുള്ള ഒരാൾ ഞരമ്പിന്മേലുള്ള അതിസൂക്ഷ്മമായ ഓപ്പറേഷൻ അല്പമെങ്കിലും പരിശീലനം കൂടാതെ ചെയ്യുമെന്ന് കരുതാൻ നിർവാഹമില്ലായിരുന്നു. ഏതു വിധത്തിലാണ് അയാൾ പരിശീലനം നേടുക? അവിടെ ആടുകളെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം എന്റെ ഊഹം ശരിയാണെന്ന് തെളിയിച്ചു. ലണ്ടനിൽ വസ്ത്രവ്യാപാരിയെ കണ്ട് സ്ട്രൈക്കറുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ഡെർബിഷെയർ എന്ന പേരുള്ള അയാൾ ഒരു നല്ല ഇടപാടുകാരനാണെന്നും അയാൾക്ക് വില കൂടിയ വസ്ത്രങ്ങളോട് ഭ്രമമുള്ള സുന്ദരിയായ ഭാര്യയുണ്ടെന്നും അവർ പറഞ്ഞു. തന്മൂലം അപകടകരമായ ഈ പദ്ധതി അയാൾക്ക് ആസൂത്രണം ചെയ്യേണ്ടി വന്നു. താങ്കൾ ഒന്നൊഴിച്ച് മറ്റെല്ലാം വിശദമാക്കി. ആ കുതിര എവിടെയായിരുന്നു? ഓ, അത് ഓടിപ്പോയി. നിങ്ങളുടെ ഒരു അയൽക്കാരൻ അതിനെ സൂക്ഷിച്ചു വളർത്തി. അയാൾക്ക് മാപ്പ് കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. തീവണ്ടി ക്ലാഫാം ജംഗ്ഷനായി. 10 മിനിറ്റിനുള്ളിൽ നമ്മൾ വിക്ടോറിയയിലെത്തും. കേണൽ, നമുക്ക് അവിടെ നിന്നും എന്റെയും വാട്സന്റെയും ബേക്കർ സ്ട്രീറ്റിലേക്ക് പോവാം. അങ്ങനെ ആ കേസ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയൊരു കേസുമായി കാണാം.